ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ ആയിരിക്കും. സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ടോട്ടൽ 47 വാക്യങ്ങളാണുള്ളത്. 3 സബ് ഹെഡിങ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് ബെത്സൈദായിലെ രോഗശാന്തി. 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് 3 സബ് ഹെഡിങ്സിൽ ഒന്നാമത്തെ സബ് ഹെഡിങ് ആണിത്. അപ്പോൾ നമ്മൾ ഈ ഒരു അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് 4-ാമത്തെ അധ്യായത്തിൻ്റെ ലാസ്റ്റ് ഈശോ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്കൊന്ന് റീവൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈശോ ആ സമയത്ത് ജെറുസലേമിൽ നിന്ന് എങ്ങോട്ടേക്ക് വന്നു? ഗലീലയിലെ കാനായി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. കാനായിൽ വെച്ച് തന്നെയാണ് കഫർനാമിലുള്ള രാജസേവകൻ്റെ മകന് വേണ്ടിയിട്ട് അത്ഭുതം പ്രവർത്തിക്കുന്നത്, ആ കുഞ്ഞിന് രോഗശാന്തി നൽകുന്നത്. ഈ ഒരു സീൻ കഴിഞ്ഞ് വരുന്ന രംഗമാണ് ഈ 5-ാമത്തെ അധ്യായത്തിൽ കാണിക്കുന്നത്. 1-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ശേഷമാണ് ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി. അപ്പോൾ ഈ യഹൂദന്മാരുടെ ഇടയിൽ ഒരു വലിയൊരു നിയമം ഉണ്ടായിരുന്നു. 3 മെയിനായിട്ടുള്ള തിരുനാളുകളുണ്ട് അവർക്ക്. ഈ 3 മെയിൻ തിരുനാളുകൾക്കും എവിടെയായിരുന്നാലും യഹൂദന്മാർ എവിടെ എത്തിയിരിക്കണം? ജെറുസലേം ദേവാലയത്തിൽ എത്തിയിരിക്കണം. അവിടെ വെച്ചിട്ടാണ് അവർ ഈ തിരുനാൾ ആഘോഷിക്കേണ്ടത്. അത് അവരുടെ ഒരു വലിയൊരു നിയമമായിരുന്നു അവരുടെ ഇടയിലുണ്ടായിരുന്ന. അതിൽ മെയിനായിട്ടുള്ള 3 തിരുനാളുകൾ ഏതൊക്കെയാണ്? പെസഹ തിരുനാൾ, കൂടാര തിരുനാൾ, പെന്തക്കുസ്ത തിരുനാൾ. അപ്പോൾ പെസഹ തിരുനാളിന് ഓൾറെഡി യേശു ചെന്ന കാര്യങ്ങളും അവിടെ പിന്നീട് നടന്ന ശുദ്ധീകരണവും ഒക്കെ നമ്മൾ 2-ാമത്തെ അധ്യായത്തിൽ കണ്ടതാണ്. സോ ഇവിടെ ഒന്നെങ്കിൽ അത് കൂടാര തിരുനാളിനെ ആയിരിക്കും പറയുന്നുണ്ടാവുക, അതല്ലെങ്കിൽ പെന്തക്കുസ്ത തിരുനാളിനെ കുറിച്ചായിരിക്കും. പക്ഷെ എടുത്തു പറയുന്നില്ല, ഒരു തിരുനാളെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്നാകാം. ഓക്കെ, ഇനി അതിന് വേണ്ടിയിട്ട് യേശു എവിടേക്ക് പോകണം? യേശു ഒരു യഹൂദനായിരുന്നു. യേശു എവിടേക്കാണ് പോകുന്നത്? ജെറുസലേമിലേക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ട്, തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ്. 2-ാമത്തെ വാക്യം, ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെത്സദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും. അപ്പോൾ ഈ ജെറുസലേമിൻ്റെ ഒരു വടക്ക് കിഴക്കേ ഭാഗത്തായിട്ടുള്ള ഒരു വലിയൊരു കവാടമുണ്ട്, ഒരു വലിയൊരു എൻട്രൻസ് ഉണ്ട്. ഈ എൻട്രൻസിൻ്റെ പേരാണ് ഈ അജകവാടം എന്ന് പറയുന്നത്. ഈ അജകവാടത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ കവാടത്തിലൂടെയാണ് നമ്മുടെ ഈ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്ന ബലി കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന മൃഗങ്ങളെ, ഏറെ പ്രത്യേകമായിട്ട് ആടുകളെ, ബലി കഴിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ആടുകളെയൊക്കെ ഈ ഒരു എൻട്രൻസിൽ കൂടി ആയിരിക്കും കയറ്റുന്നത്. ഓക്കെ, അതാണ് ഈ കവാടത്തിൻ്റെ പ്രത്യേകത. സോ ഈ കവാടത്തിന് അടുത്തായിട്ട് ഹെബ്രായ ഭാഷയിൽ ബെത്സദ എന്ന് വിളിക്കുന്ന, അപ്പോൾ ഹീബ്രു ഭാഷയിൽ ബെത്സദ എന്ന് വിളിക്കുന്ന, ഈ ബെത്സദ ഹീബ്രു ഭാഷയിൽ വിളിക്കുന്നെങ്കിലും അരമായ ഭാഷയിൽ ഈ ബെത്സദ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നോ? കൃപയുടെ ഭവനം അല്ലെങ്കിൽ കരുണയുടെ ഭവനം എന്നുവെച്ചാൽ ഏറ്റവും കൂടുതൽ കരുണ കാണാൻ സാധിക്കുന്ന ഒരിടം എന്നുള്ള രീതിയാണ് ബെത്സദ എന്ന വാക്കിന് അരമായ ഭാഷയിൽ അർത്ഥം കാണിക്കുന്നത്. എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. ആ കുളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഈ കുളത്തിനരികെ തന്നെയായിട്ട് 5 മണ്ഡപങ്ങളും ഉണ്ടായിരുന്നു. ഈ 5 മണ്ഡപങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മുടന്തുള്ളവർ, കൂനുള്ളവർ, അന്ധരായവർ, കുഷ്ഠം ബാധിച്ചവർ, പാരലൈസ്ഡ് ആയവർ, ഇവരൊക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ ഏറ്റവും താഴ്ന്ന തട്ടിലിരിക്കുന്നവർ, സമൂഹം രോഗത്താൽ മാറ്റപ്പെട്ടവർ, ജനനം മുതൽ വൈകല്യം അനുഭവപ്പെടുന്നവർ, അവരൊക്കെ ഒരു അത്ഭുതം പ്രതീക്ഷിച്ച് ഇരിക്കുന്ന ഒരിടമായിരുന്നു. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദാനങ്ങൾ പ്രതീക്ഷിച്ച്, കരുണ പ്രതീക്ഷിച്ച് ഇരിക്കുന്ന ഒരിടമായിരുന്നു ഈ മണ്ഡപങ്ങൾ എന്ന് പറയുന്നത്. അത്തരം 5 മണ്ഡപങ്ങൾ ഈ കുളത്തിന് സൈഡിലുണ്ടായിരുന്നു. ഇനി നോക്കിയ നേരത്തെ പറഞ്ഞതിൻ്റെ തന്നെ ഒരു എക്സ്പ്ലനേഷനാണ്. ആ മണ്ഡപത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. മറ്റുള്ളവരുടെ കരുണ പ്രതീക്ഷിച്ച്, തങ്ങളുടെ രോഗാവസ്ഥ മാറുമെന്ന് പ്രതീക്ഷിച്ച്, അടയാളങ്ങൾ പ്രതീക്ഷിച്ച്, അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ച് അവിടെ ഒരുപാട് രോഗാവസ്ഥയിലുള്ളവർ കിടന്നിരുന്നു. അതിലെടുത്ത് പറയുന്നത് ആരൊക്കെയാണ്? കുരുടര്, മുടന്തര്, തളർവാദക്കാർ. ഓക്കെ, പക്ഷെ ഇവരെ കൂടാതെ മറ്റനേകം ആൾക്കാരും അവിടെയുണ്ട്. മറ്റു പല രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന, മറ്റു പല അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന സാധാരണ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഈ ഒരു വാക്യം പറയുന്നത്. നമ്മുടെ ഈ ഒരു അധ്യായം എടുത്താൽ നമ്മുടെ POC ബൈബിളിൽ 4-ാമത്തെ വാക്യം നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. പഴയ ഗ്രന്ഥങ്ങളിൽ, ഈ ട്രാൻസ്ലേഷന് മുമ്പ് വന്ന പതിപ്പുകളിൽ അല്ലെങ്കിൽ പഴയ പതിപ്പുകളിൽ നമുക്ക് 4-ാമത്തെ വാക്യം കാണാൻ സാധിക്കുന്നത് ഈ കുളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, അത് നമ്മുടെ ഫൂട്ട് നോട്ടിൽ, ബൈബിളിൻ്റെ ഫൂട്ട് നോട്ടിൽ അത് കൊടുത്തിട്ടുണ്ട്. ഈ 4-ാമത്തെ വാക്യം പഴയ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ മാലാഖ ഒരു പ്രത്യേക സമയത്ത് ഈ കുളം വന്നൊന്ന് ഇളക്കും. ഈ കുളം
മാലാക ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് ഇളക്കും. ഈ ഇളക്കി കഴിയുമ്പോൾ ആരാണോ ആ കുളത്തിൽ ആദ്യം കാലുകുത്തുന്നത്, ആ കുളത്തിലേക്ക് ആരാണോ ആദ്യം പ്രവേശിക്കുന്നത്, അവൻ്റെ അവസ്ഥയിൽ നിന്ന് മോചനം അഥവാ രോഗശാന്തി ലഭിക്കും. ഇതായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ജെറുസലേമിൽ ഉണ്ടായിരുന്ന ആളുകളുടെ വിശ്വാസം. ഓക്കെ, ഈ വിശ്വാസവും ഈ കുളത്തിൻ്റെ പ്രത്യേകതയും പഴയ ട്രാൻസ്ലേഷനിൽ നമുക്ക് 4-ാമത്തെ വാക്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ പുതിയതിൽ അതില്ല. അതുകൊണ്ട് തന്നെ 4-ാമത്തെ വാക്യം നമുക്ക് പുതിയ POC ബൈബിൾസിലൊന്നും കാണാനായിട്ട് സാധിക്കില്ല. 5-ാമത്തെ വാക്യം നോക്കി, 38 വർഷമായി രോഗിയായ ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം എന്താണ് 38 വർഷം? ഈ വർഷത്തിനൊരു പ്രത്യേകത ഉണ്ട്. കാരണം ആ സമയത്ത് ഒരു മനുഷ്യായുസ് എന്ന് കണക്ക് കൂട്ടിയിരുന്നത് ഓട്ടോമാറ്റിക്കലി ഇതിലും കുറവ് സമയമായിരുന്നു. ഓക്കെ, ആ കാലഘട്ടത്തിൽ ഇതിലും കുറവ് സമയമാണ് പല പുരുഷന്മാരും അവിടെ ജീവിച്ചിരുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതകാലം മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ ആ വ്യക്തി അനുഭവിക്കാവുന്നതിൽ ഏറ്റവും വലിയ ഒരു ക്രോണിക് സിറ്റുവേഷനിലൂടെ ആയിരുന്നു ഈ പറയുന്ന രോഗി കടന്നു പോയിട്ടുണ്ടായിരുന്നത് 38 വർഷം. അത് മാത്രമല്ല, യേശു പ്രവർത്തിക്കാൻ പോകുന്ന അത്ഭുതത്തിൻ്റെ ആ ഒരു തീവ്രത നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഡിജിറ്റും കൂടിയാണ് ഈ 38 വർഷം. എന്ന് വെച്ചാൽ 38 വർഷമായിട്ട് ഈ വ്യക്തി ഈ ഒരു പെർട്ടിക്കുലർ അസുഖത്തിന് ട്രാപ്പായി കിടക്കുകയാണ്. മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ മെഡിക്കൽ ഇതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, ആ വ്യക്തിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. 38 വർഷമായിട്ട് ഒരു രീതിയിലുള്ള മെഡിക്കൽ അസിസ്റ്റൻസും ആ വ്യക്തിക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നുവെച്ചാൽ മനുഷ്യരുടെ ആ ഒരു പ്രതീക്ഷകൾ കംപ്ലീറ്റും അസ്തമിക്കുന്ന ഒരു സ്ഥലത്താണ് യേശു വലിയൊരു അത്ഭുതം പ്രവർത്തിക്കാൻ പോണേ. ആ അത്ഭുതത്തിൻ്റെ തീവ്രത നമുക്ക് കാണിച്ചു തരുന്ന ആ ഒരു ഡിജിറ്റാണ് ഈ 38 വർഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ അസാധ്യമായിട്ടുള്ളൊരു അത്ഭുതമാണ് യേശു ഇനി അവിടെ പ്രവർത്തിക്കാൻ പോകുന്നത്. ആ വ്യക്തിക്ക് ആ രോഗശൈലിയിൽ നിന്ന് എണീക്കുക എന്നുള്ളത് മനുഷ്യ കണ്ണുകളിലൂടെ സാധ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. മനുഷ്യൻ്റെ പ്രതീക്ഷയ്ക്കും മനുഷ്യൻ്റെ ആഗ്രഹത്തിനും ഒക്കെ അപ്പുറമായിരുന്നു ആ ഒരു വ്യക്തിയുടെ രോഗശാന്തി. കാരണം 38 വർഷത്തോളം 4 പതിറ്റാണ്ടിനടുത്ത് ആ വ്യക്തി ആ ഒരു പെർട്ടിക്കുലർ അസുഖത്തിന് അടിമയായിട്ട് കഴിയുകയായിരുന്നു. എന്തായിരുന്നു ആ അസുഖം? അതാണ് 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അപ്പോൾ അവൻ്റെ അസുഖം എന്തായിരുന്നു? അവനൊരു തളർവാദ രോഗിയായിരുന്നു. ആൻഡ് എപ്പോഴത്തെയും പോലെ ഇവിടെയും നമ്മളെ ആദ്യം കാണുന്നത് ആരാണ്? യേശുവാണ്. ആദ്യം നമ്മളോട് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാണ്? യേശു തന്നെയാണ്. എല്ലാ സീനിലും നമ്മൾ ഒരേ കാര്യങ്ങൾ തന്നെയാണ് കാണുന്നത്. യേശു നമ്മൾ ആദ്യം കാണുന്നു. നമ്മൾ യേശുവിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ യേശു നമ്മളെ കാണുന്നു, ഒപ്പം നമ്മളോട് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അത് തന്നെയാണ് ഈ തളർവാദ രോഗിയുടെ കേസിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ യേശു അങ്ങോട്ട് ചോദിക്കുകയാണ്, സുഖം പ്രാപിക്കാനായിട്ട് നിനക്ക് ആഗ്രഹമുണ്ടോ? യേശു ഒരു ഓഫർ കൊടുക്കുകയാണ് ഈ തളർവാദ രോഗിക്ക്. ഒന്ന്, അവൻ്റെ ഭൗതികമായിട്ടുള്ള തളർവാദം മാറുക, അതിൽ നിന്ന് അവൻ പുറത്ത് വരിക, ആ ട്രാപ്പിൽ നിന്ന് അവൻ പുറത്ത് വരിക, അവൻ്റെ അസുഖങ്ങൾ മുഴുവനായിട്ട് മാറും, ഒരു ഫിസിക്കലായിട്ടുള്ളൊരു രോഗശാന്തി. ഒപ്പം തന്നെ യേശു ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അവൻ്റെ ആത്മാവിൻ്റെയും അവൻ്റെ മനസ്സിൻ്റെയും ഒക്കെ ഒരു പുനർജീവൻ, ഒരു കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വ്യക്തിനെ പുനർജനിപ്പിച്ചെടുക്കുക. ഇപ്പോൾ 2 രീതിയിൽ, സ്പിരിച്വൽ ആയിട്ടുള്ള രീതിയിലും അതേപോലെ ഭൗതികമായിട്ടുള്ള രീതിയിലും യേശു അവനോട് ചോദിക്കുകയാണ്, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഓക്കെ, അപ്പോൾ 7-ാമത്തെ വാക്യത്തിൽ നമ്മുടെ തളർവാദ രോഗി ഈശോയ്ക്ക് ഉത്തരം കൊടുക്കുകയാണ്, കർത്താവേ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ തളർവാദ രോഗി ഒരു യെസ് എന്നോ നോ എന്നോ, എനിക്ക് സുഖം പ്രാപിക്കണമെന്നോ സുഖം പ്രാപിക്കണ്ടെന്നോ അല്ല പറയുന്നത്, മറിച്ച് അവൻ്റെ സിറ്റുവേഷൻ യേശുവിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അവൻ എന്തുകൊണ്ടിട്ടാണ് എനിക്ക് രോഗശാന്തി ലഭിക്കാത്തത്, അതിനുള്ള കാരണമാണ് അവൻ യേശുവിനോട് പറയുന്നത്. അല്ലാതെ തനിക്ക് സുഖം പ്രാപിക്കണം എന്നവൻ യെസ് എന്നല്ല പറയുന്നത്. അവൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് യേശുവിനോട്, എനിക്ക് ഈ വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാനായിട്ട് ആരുമില്ല. അവൻ ആ ഹ്യൂമൻ ലിമിറ്റേഷൻസ് ആണ് യേശുവിനോട് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മുടെ ഒക്കെ പരിമിതികളാണ് യേശുവിൻ്റെ മുന്നിൽ അവൻ നിരത്തുന്നത്. അവൻ പറയും, എനിക്ക് നല്ലൊരു സുഹൃത്തില്ല, വെള്ളം ഇളകി കഴിയുമ്പോൾ എന്നെ ആ വെള്ളത്തിലേക്ക് ആദ്യമേ ഇറക്കാനായിട്ട് എനിക്ക് നല്ലൊരു സുഹൃത്തില്ല. അവൻ്റെ ബുദ്ധിമുട്ടുകളും അവൻ്റെ ഒരു ലിമിറ്റേഷൻസുമാണ് യേശുവിനോട് ഷെയർ ചെയ്യുന്നത്. ഒപ്പം അവൻ പറയാണ്, ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. എന്ന് വെച്ചാൽ അവിടെ ഈ ഒരു സമയത്ത് ഭയങ്കര കോമ്പറ്റീഷനാണ്. എന്നുവെച്ചാൽ സുഖം പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ വലിയൊരു കോമ്പറ്റീഷൻ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അത്യാവശ്യമുള്ള ഒരാൾക്ക് പോലും
എന്താ പറയുക, അവിടെ സക്സസ് ആവാനായിട്ടുള്ള ചാൻസ് ഇല്ല. ഇപ്പം ഇവനെ സംബന്ധിച്ച് 38 വർഷമാണ് ഇവൻ ആ ഒരു അവസ്ഥയിൽ കിടക്കുന്നത്. ആ കൂട്ടത്തിൽ ചിലപ്പോൾ ഏറ്റവും ഭയാനകമായിട്ടുള്ള സിറ്റുവേഷൻ, ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷൻ ഇവനായിരിക്കാം. പക്ഷേ ആവശ്യക്കാരന് പോലും ആ സമയത്ത് വിജയിക്കാനായിട്ട് സാധിക്കില്ല. അത്രമാത്രം കോമ്പറ്റീഷനാണ് ആ സമയത്ത് ആ വെള്ളത്തിൽ ഇറങ്ങാനായിട്ടുള്ളത്. ഇവൻ ഫുൾ ഫോക്കസ് ചെയ്യുന്നത്, തളർവാദ രോഗി ഫുൾ ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്? മനുഷ്യൻ്റെ പരിമിതികളെയാണ്. എന്തുകൊണ്ടിട്ട് എനിക്കത് സാധിക്കുന്നില്ല, തന്നോട് സംസാരിക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കാതെ തൻ്റെ ലൈഫ് എക്സ്പ്ലെയിൻ ചെയ്യാണ്, തൻ്റെ അവസ്ഥ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ തളർവാദ രോഗി. അപ്പോഴും അവിടെ യെസ് എന്നുള്ളൊരു വാക്ക് തളർവാദ രോഗി യേശുവിനോട് പറയുന്നില്ല. ഇത് കേട്ട യേശു അവനൊന്നും പറയുന്നില്ല. പക്ഷെ അവൻ അതിയായ ആഗ്രഹമുണ്ടെന്ന് യേശു മനസ്സിലാക്കിയിട്ട് യേശു അവനോട് പറയാണ്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. അപ്പം എന്താ പറയുന്നത്? എഴുന്നേൽക്കുക, ഒപ്പം പറയുന്നുണ്ട് കിടക്കയെടുത്ത് നടക്കുക. അപ്പോൾ ഇവിടെ യേശു ആഗ്രഹിക്കുന്നത് എന്താണ്? അനുസരണമാണ്. നിനക്ക് വിശ്വാസമുണ്ടോ, നിനക്ക് സുഖം പ്രാപിക്കണം എന്ന് ആഗ്രഹമുണ്ടോ, ഉടനടി നിനക്ക് ഞാൻ അതിനുള്ള ശാന്തി തരികയാണ്, രോഗശാന്തി നൽകുകയാണ്. നീ ആകെ ചെയ്യേണ്ടത് എന്താണ്? ഞാൻ പറയുന്നത് നീ എന്ത് ചെയ്യുക? അനുസരിക്കുക. എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. ഈ കിടക്കയെടുത്ത് നടക്കുക എന്നുള്ളതിനർത്ഥം എന്താണ്? ഇത്രയും നാൾ 38 വർഷം നിന്നെ വഹിച്ച ഒരു സാധനമാണ് കിടക്ക. ആ കിടക്കയെടുത്ത് നീ നടക്കുക എന്ന് പറയുമ്പോൾ അതിനെ നീ ചുമക്കുകയാണ്. അത് നിനക്ക് യേശുവിന് നൽകാൻ പറ്റുന്ന വലിയൊരു സാക്ഷ്യമാണ്. അതുകൊണ്ടിട്ടാണ് യേശു അവിടെ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറയുന്നത്. എന്തത്ഭുതം പ്രവർത്തിക്കുമ്പോഴും യേശു പറയാതെ അറിയാതെ അവിടെ ഒരു സാക്ഷ്യവും കൂടി കൊടുക്കാനായിട്ട് ഈ അത്ഭുതങ്ങൾ സ്വീകരിക്കുന്നവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. അതിലൊരു എക്സാമ്പിളാണിത്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അത് വലിയൊരു ടെസ്റ്റിമണിയാണ്, സാക്ഷ്യമാണ്. തനിക്ക് രോഗശാന്തി ലഭിച്ചു, തൻ്റെ പഴയ അവസ്ഥയിൽ നിന്ന് തനിക്ക് മോചനം ലഭിച്ചു എന്ന് മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സാക്ഷ്യം കൂടിയാണ് ഈ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറയുന്നതോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ആവശ്യമുള്ളത് എന്താണ്? ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അനുസരണമാണ്. അങ്ങനെ വന്നാൽ ഉടനടി എന്ത് കിട്ടും? രോഗശാന്തി ലഭിക്കും എന്ന് കാണിച്ചു തരികയാണ് 8ാമത്തെ വാക്യം. 9ാമത്തെ വാക്യം, അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു, അന്ന് സാബത്തായിരുന്നു. അപ്പോൾ എന്താ പറയുന്നത്? അവൻ തൽക്ഷണം സുഖം പ്രാപിച്ചു. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ഏറ്റവും ദയനീയമായിട്ടുള്ളൊരവസ്ഥയിൽ പോലും യേശുവിൻ്റെ അധികാരമാണ് കാണിക്കുന്നത്. യേശുവിൻ്റെ അധികാരത്തിലൂടെയാണ് മനുഷ്യനൊട്ടും പ്രതീക്ഷയില്ലാതിരുന്ന, മനുഷ്യൻ്റെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് പോലും മോചനം ലഭിച്ചത്. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താണ്? യേശുവിൻ്റെ അധികാരമാണ്, യേശുവിൻ്റെ അധികാരമാണ്. ഇനി കിടക്കയെടുത്തു എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതൊരു സാക്ഷ്യമാണ്. എന്താണ്? അതൊരു സാക്ഷ്യമാണ്. ഇത്രയും നാൾ നിന്നെ വഹിച്ചതിനെ നീ ഇനി എടുത്തുകൊണ്ട് നടക്കുക, മറ്റുള്ളവരെ അറിയിക്കുക. ഓക്കെ, നിനക്ക് രോഗശാന്തി ലഭിച്ചു എന്നുള്ള അത്ഭുതത്തിന് ഒരു സാക്ഷ്യം നൽകലാണ്. 3ാമതായിട്ട് പറയുന്നത് അവൻ നടന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത്രയും നാളും അവനുണ്ടായ അവസ്ഥയിൽ നിന്ന് അവൻ പുതിയൊരു വ്യക്തിയായി മാറുകയാണ്. ഏറ്റവും പ്രത്യേകമായിട്ട് അവൻ എന്ത് ലഭിക്കുകയാണ്? ഫ്രീഡം, സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. തൻ്റെ പഴയൊരവസ്ഥയിൽ നിന്ന്, അല്ലെങ്കിൽ താൻ ട്രാപ്പാക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് തനിക്കിപ്പോൾ ഒരു സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. അതാണ് ഈ നടന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്? അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. പക്ഷെ ആ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, അന്ന് സാബത്തായിരുന്നു. സാബത്ത് ദിവസത്തെ പ്രത്യേകത എന്താണ്? അന്ന് യഹൂദന്മാരൊന്നും ഒരു ജോലിയും ചെയ്യില്ല. എന്ന് വെച്ചാൽ യഹൂദരുടെ നിയമപ്രകാരം ഒരു കിടക്ക എടുക്കുന്നത് പോലും സാബത്തിനെതിരാണ്. ഒരു കിടക്ക എടുത്ത ഒരു വ്യക്തി നടക്കുക എന്ന് പറയുന്നത് അവൻ ജോലി ചെയ്യുകയാണ്. അപ്പോൾ അത് സാബത്തിനെ ലംഘിക്കുന്നു എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഉണ്ടായിരുന്ന നേതാക്കന്മാർക്കും മതപണ്ഡിതന്മാർക്കും ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ സുഖം പ്രാപിച്ചു എന്നുള്ളതിനല്ല അവർക്ക് ഇമ്പോർട്ടൻസ്, സാബത്ത് ലംഘിച്ചു എന്നുള്ളതിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ആ ഭാഗങ്ങളാണ് 10ാമത്തെ വാക്യം തൊട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് കണ്ട യഹൂദർ ഈ സുഖം പ്രാപിച്ച വ്യക്തിയോട് പറയുന്ന ഫസ്റ്റ് കോൺവെർസേഷൻ എന്താണ്? അതിനാൽ സുഖം പ്രാപിച്ച ആ മനുഷ്യനോട് യഹൂദർ പറഞ്ഞു. ഈ യഹൂദർ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ മതം കൂടുതലായിട്ട് തലക്ക് പിടിച്ചവരാണ്. ഓക്കെ, ഈ യഹൂദരിൽ ഏറ്റവും കൂടുതൽ ഈ നിയമങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്നവരെയാണ് ഇവിടെ ഫോക്കസ് ചെയ്ത് പറയുന്നത്. യഹൂദർ പറഞ്ഞു, ഇന്ന് സാബത്താകയാൽ
കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്. ഇതൊരിക്കലും മോശ അവർക്ക് കൊടുത്ത നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണോ? അല്ല. മോശ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഇത് ഇവരായിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന നിയമങ്ങളാണ്. ഓക്കെ, ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. അരി പൊടിപ്പിക്കാൻ പാടില്ല, ചതയ്ക്കാൻ പാടില്ല, കൊയ്യാൻ പാടില്ല, ഇങ്ങനെ കുറേ നിയമങ്ങളുണ്ട്. അതിലൊരു നിയമമാണ് ഒരു വസ്തുവും എടുത്തുകൊണ്ട് നടക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഇവനിവിടെ കിടക്ക എടുത്ത് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ദിവസം ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഓക്കെ, അത് ഈ ദിവസത്തിനെതിരായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് നിയമം അനുസരിക്കുന്ന കൂട്ടർ വന്നിട്ട് പറയാണ്, നീ ഇപ്പം ചെയ്തത് ശാബത്തിനെതിരാണ്. ഓക്കെ, അത് ആരാ പറയുന്നത്? യഹൂദര് നമ്മുടെ സുഖം പ്രാപിച്ച തളർവാദ രോഗിയോട് പറയുകയാണ്. അപ്പോൾ തങ്ങളുടെ മുന്നിൽ കണ്ണുകൊണ്ട് കണ്ട ഒരു വലിയൊരു അത്ഭുതത്തെ പറ്റി എന്താ പറയുക ആഘോഷിക്കാതെ ഈ യഹൂദർ എന്താ ചെയ്യുന്നത്? അവർ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോഴും എന്താണ്? അവരുടെ ആ ഒരു ചെറിയ നിയമങ്ങളെയാണ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളെയാണ് ഇപ്പോഴും അവർ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരിങ്ങനെ ഫോക്കസ് ചെയ്യും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരുടെ മുമ്പിൽ വെച്ച് യേശു ഈ അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. യേശു ആക്ച്വലി വെല്ലുവിളിക്കുകയാണ്. മറ്റ് നമ്മുടെ സഹജീവികളോടുള്ള ഒരു കരുണയാണോ വലുത്, അല്ലെങ്കിൽ നിങ്ങളുടെ നിയമങ്ങളാണോ വലുത് എന്നുള്ളതിൽ യേശു ആക്ച്വലി ഈ യഹൂദരെ പ്രമാണികളൊക്കെ വെല്ലുവിളിക്കുന്ന ഒരു അത്ഭുതം കൂടിയായിരുന്നു ഈ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ അവൻ ഉത്തരം പറയുന്നത് എന്താണ്? എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു. അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്നെ സുഖപ്പെടുത്തിയവൻ അധികാരത്തോടെ എന്നോട് പറഞ്ഞ കാര്യമാണ്, നീ നിന്റെ കിടക്കയെടുത്ത് നടക്കുക. എന്നെ സുഖപ്പെടുത്തിയവൻ എൻ്റെ മുന്നിൽ ഇപ്പോൾ ആരെക്കാളും ഒക്കെ വലുതാണ്. എന്നെ സുഖപ്പെടുത്തിയവൻ പറയുന്നതാണ് ഇപ്പം ഞാൻ അനുസരിക്കേണ്ടത് എന്നവൻ എന്താ പറയുക സാക്ഷ്യത്തോടു കൂടി പ്രഘോഷിക്കുകയാണ് ഈ ഒരു യഹൂദരുടെ മുമ്പിൽ. അപ്പോൾ ആക്ച്വലി ഇവിടെ യേശു എന്താ ചെയ്തിരിക്കുന്നത്? യേശു ഇവരെ വെല്ലുവിളിക്കുക ചെയ്തിരിക്കുന്നത്, ചലഞ്ച് ചെയ്യുക ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ നിയമമാണോ അല്ലെങ്കിൽ ഒരു സഹജീവിയോടുള്ള കരുണയാണോ വലുത് എന്ന് യേശു മനഃപൂർവ്വം അവരുടെ മുന്നിൽ വെച്ച് ഈ ഒരു അത്ഭുതം പ്രവർത്തിച്ച് ചാലഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ 11ാമത്തെ വാക്യത്തിലൂടെ. അപ്പോൾ അവരുടെ ഫോക്കസ് ഓട്ടോമാറ്റിക്കായിട്ട് ഈ തളർവാദ രോഗിയിൽ നിന്ന് സുഖം കൊടുത്ത ആൾ, ഓക്കെ, ആ ഹീലറിലേക്ക് തിരിയാണ്, സുഖപ്പെടുത്തിയ വ്യക്തിയിലേക്ക് തിരിയാണ്. അവർ പറയാണ്, അപ്പോൾ അവർ ചോദിച്ചു, കിടക്കയെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ്? ഇപ്പം അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി. ഇത് പറഞ്ഞവനെ കണ്ടുപിടിച്ച് അവനെ പണിഷ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത് പിന്നെ ഇവർക്കൊരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഇവർ ചോദിക്കുകയാണ്, ഓക്കെ, നീ അല്ല ഇവിടുത്തെ തെറ്റുകാരൻ, നിന്നോട് ഇത് ചെയ്യാൻ പറഞ്ഞവനാണ് തെറ്റുകാരൻ. ഓട്ടോമാറ്റിക്കായിട്ട് അവനെ കണ്ടുപിടിക്കുക, അവനെ ശിക്ഷിക്കുക എന്നുള്ളതായി പിന്നീട് അവരുടെ ലക്ഷ്യം. അവർ ചോദിക്കുകയാണ്, നിന്നോട് കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞത് ആരാണ്? എന്തധികാരത്തിലാണ് അവൻ പറഞ്ഞത്? ഈ ശാപത്ത് ലംഘിക്കാനായിട്ട് നിന്നെ പ്രേരിപ്പിച്ചത് ആരാണ് എന്ന് യഹൂദര് തളർവാദ രോഗിയോട് ചോദിക്കുകയാണ്. അപ്പോൾ യേശു ഈ അത്ഭുതം പ്രവർത്തിച്ചത് ഇത്തരം ഒരു കൺഫ്രണ്ടേഷൻ ഉണ്ടാകുമെന്ന് നേരത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടിട്ട് തന്നെ യേശു ഈ ഒരു എന്താ പറയുക ഇവരുടെ ഇടയിലുള്ള ആ ഒരു പ്രശ്നം, ടെൻഷനെ മൂർച്ഛിക്കാനായിട്ട് അല്ലെങ്കിൽ മൂർച്ഛിച്ചൊരവസ്ഥയിലേക്ക് എത്താനായിട്ട് യേശു ഒരിക്കലും അനുവദിക്കില്ല. അതുകൊണ്ടിട്ട് തന്നെ ഈ സുഖം പ്രാപിച്ച വ്യക്തി തൻ്റെ പേര് ചോദിക്കുകയോ തന്നോട് നന്ദി പറയുകയോ ചെയ്യുന്നതിന് മുന്നേ തന്നെ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് യേശു മറഞ്ഞു പോവാണ്. കാരണം ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ യഹൂദ നേതാക്കന്മാരും പണ്ഡിതന്മാരും ഒക്കെ എന്ത് ചെയ്യും? യേശുവിനെ ക്വസ്റ്റ്യൻ ചെയ്യും. പിന്നീട് അതെന്ത് ചെയ്യും? യേശുവിൻ്റെ കുരിശുമരണത്തിലേക്ക് സ്പീഡിലെത്തിക്കും. യേശുവിൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അതുകൊണ്ടിട്ട് തന്നെ യേശു എന്ത് ചെയ്യാണ്? ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് മറഞ്ഞു പോവാണ്. അതാണ് 13ാമത്തെ വാക്യം പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ യേശു മറഞ്ഞു കഴിഞ്ഞിരുന്നതിനാൽ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല. അവൻ്റെ പേരോ അവൻ എവിടെ നിന്നാണ് വന്നതെന്നോ അവനോടൊരു നന്ദി പറയാനോ ഒന്നും നമ്മുടെ ഈ സുഖം പ്രാപിച്ച തളർവാദ രോഗിക്ക് അവസരം കിട്ടിയിരുന്നില്ല. കാരണം യേശു അത് മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ നിന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ യഹൂദന്മാർ തനിക്കെതിരെ വരുമെന്നും പിന്നീട് സ്പീഡി കാര്യങ്ങൾ നടക്കുമെന്നും തൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അതുകൊണ്ടിട്ട് തന്നെ യേശു അവരുടെ ഇടയിൽ നിന്ന് മറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി തന്നത് യേശുവിനെക്കുറിച്ച് വല്ലതും അറിഞ്ഞൊരു വ്യക്തിക്കാണോ യേശു സൗഖ്യം കൊടുത്തത്? യേശുവിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവുന്ന ഒരു വ്യക്തിക്കാണോ അല്ലെങ്കിൽ തിയോളജിക്കലി യേശുവിൻ്റെ സകല കാര്യങ്ങളും മനസ്സിലാക്കിയ ഒരാൾക്കാണോ യേശു ഇത്രയും വലിയൊരു അത്ഭുതം കൊടുത്തത്? ഒരിക്കലും അല്ല. യേശു നൽകുന്ന അത്ഭുതങ്ങളെല്ലാം കൃപയുടെ ഫലമാണ്, യേശുവിൻ്റെ കരുണയുടെ ഫലമാണ്. നമ്മളായിട്ട് നേടിയെടുക്കുന്നതോ യേശുവിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞ് നേടിയെടുക്കുന്നതോ ഒന്നുമല്ല. നമുക്ക് ഒന്നും അറിയാൻ പാടില്ലാത്ത സമയത്ത് വരെയും യേശുവിൻ്റെ കൃപ നമ്മളിലേക്ക് വരും എന്ന് കാണിക്കുകയും കൂടിയാണ് ഈ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന ഈ ഒരു രംഗം ഏറെ പ്രത്യേകമായിട്ട് 13ാമത്തെ വാക്യം പറഞ്ഞു തരുന്നത്. 14ാമത്തെ വാക്യം,
പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു. നോക്കിയേ, യേശു ഒരിക്കലും ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തിയുടെ ഭൗതികമായിട്ടുള്ള സൗഖ്യമല്ല. ഓഫ് കോഴ്സ് ഭൗതികമായിട്ടുള്ള സൗഖ്യത്തിലൂടെ യേശുവിന് തൻ്റെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ യേശു എപ്പോഴും ആഗ്രഹിക്കുന്നത് ആത്മീയമായിട്ടുള്ളൊരു പുതുജീവനാണ് ഒരു വ്യക്തിയിൽ. അപ്പോൾ ഈ തളർവാദ രോഗിയിൽ പകുതി ഓക്കെ ആയി, ഭൗതികമായിട്ട് അവൻ സൗഖ്യം പ്രാപിച്ചു, പക്ഷെ ആത്മീയമായിട്ട് അവൻ ചേഞ്ച് ആയിട്ടില്ല. അപ്പോൾ വീണ്ടും യേശു എന്ത് ചെയ്യണയാണ്? അവൻ്റെ മുന്നിൽ വരികയാണ്. അവൻ ദേവാലയത്തിൽ വന്ന് തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറയാൻ വേണ്ടി ദേവാലയത്തിൽ തിരിച്ചെത്തിയപ്പോൾ, തളർവാദ രോഗി തിരിച്ചെത്തിയപ്പോൾ യേശു അവിടെ ഉണ്ടായിരുന്നു. യേശു അവനെ തിരക്കി വീണ്ടും അവൻ്റെ അടുത്ത് വരികയാണ്. എന്താ പറയുന്നത്? പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കണ്ടോ, യേശു താൻ പ്രവർത്തിച്ച അത്ഭുതത്തിനെ എന്ത് ചെയ്യാണ്? സാധൂകരിക്കുകയാണ്, അതിൻ്റെ വാലിഡേറ്റ് ചെയ്യാണ്. താൻ ചെയ്ത അത്ഭുതം അല്ലെങ്കിൽ താൻ ആ വ്യക്തിയിൽ പ്രവർത്തിച്ച രോഗശാന്തി ആ വ്യക്തിക്ക് യഥാർത്ഥ സൗഖ്യം കൊടുത്തോ എന്ന് യേശു അവൻ്റെ മുന്നിൽ നിന്ന് തന്നെ ഒന്ന് വാലിഡേറ്റ് ചെയ്യാണ്. ഓക്കെ, അഫേം ചെയ്യണം, സ്ഥിരീകരിക്കുകയാണ്. താൻ പ്രവർത്തിച്ച അത്ഭുതം ആ വ്യക്തിയിൽ രോഗശാന്തി കൊണ്ടുവന്നു എന്ന് യേശു സ്ഥിരീകരിക്കുന്നതാണ് ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. കൂടാതെ യേശു പറയുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. എന്താ പറയുന്നത്? കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. നമ്മൾ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന വചനഭാഗങ്ങളിൽ ഒന്നാണിത്. ഇത് വായിക്കുന്ന ഒരു സാധാരണ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നത് എന്താണ്? അവൻ്റെ ആ രോഗാവസ്ഥയ്ക്ക് കാരണം അവൻ്റെ പാപമാണ്. ഒരിക്കലുമല്ല. യേശു അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും പറഞ്ഞിട്ടില്ല. യേശു പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് അത്ഭുതം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നന്ദി സൂചകമായിട്ട് പരിശുദ്ധരായിട്ട് ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. മനസ്സിലായോ? ഇനി പാപത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് അനുവാദമില്ല. ഇനി നിങ്ങൾ എപ്പോഴും പരിശുദ്ധമായിട്ടുള്ളൊരു ജീവിതം വേണം നയിക്കാൻ. എന്തിന്? നിങ്ങൾക്കിപ്പം ലഭിച്ച ഫ്രീ ആയിട്ടുള്ളൊരു സമ്മാനമില്ലേ, രോഗശാന്തി, ഇതിന് നന്ദി സൂചകമായിട്ട് ഇനി നിങ്ങൾ പാപം ചെയ്യരുത്. ഓക്കെ, ഇതിനർത്ഥം പാപം ചെയ്തത് കൊണ്ടിട്ടാണോ അവൻ ആ രോഗം ലഭിച്ചത്? അല്ല. യേശു ഒരിക്കലും ഒരിടത്തും അങ്ങനെ പറയുന്നില്ല. പാപത്തിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് കിട്ടിയ രോഗമെന്നോ നിങ്ങൾക്ക് കിട്ടിയ ജീവിതമെന്നോ യേശു ഒരിടത്തും പറയുന്നില്ല. ഒരിക്കലും ഈ സ്റ്റേറ്റ്മെൻറ്റിനെ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യരുത്. യേശു പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് കിട്ടി ആ ഒരു അത്ഭുതം. നിങ്ങളുടെ അത്രയും നാൾ നിങ്ങൾ ട്രാപ്പായി കിടന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മോചനം കിട്ടി. അതിന് നന്ദി സൂചകമായിട്ട് നിങ്ങൾ ഇനി ഒരിക്കലും പഴയ ജീവിതത്തിലേക്ക് പോകരുത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? പുതിയ രീതിയിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച് പുതിയ മക്കളായിട്ട്, എന്താ, ആത്മീയതയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആത്മാവിൽ ദൈവവുമായിട്ടുള്ള ഐക്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. ഇവിടെ കൂടുതൽ മോശമായതൊന്നും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നീ ഇപ്പം ജീവിച്ച അവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും മോശപ്പെട്ട അവസ്ഥയാണ്. 38 വർഷം 4 പതിറ്റാണ്ട് കാലഘട്ടം ഒരു വ്യക്തി അങ്ങനെ കിടക്കുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട അവസ്ഥയാണ്. അപ്പം ഇതിലും കൂടുതലൊന്നും സംഭവിക്കാതിരിക്കാൻ അതെന്തായിരിക്കും? അവസാന വിധി. ഇതിലും ഭയാനകമായിരിക്കും അവസാന വിധി. നീ ഇപ്പോൾ ഭൂമിയിൽ ജീവിച്ച് തീർത്ത നരകമല്ല ഇനി നിന്നെ കാത്തിരിക്കാൻ പോണത് പാപം ചെയ്താൽ. അതുകൊണ്ടിട്ട് ഫൈനൽ ജഡ്ജ്മെൻറ്റ്, ആ അവസാന വിധിയുടെ ദിവസം നിനക്ക് നന്മ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി മേലിൽ നീ പാപം ചെയ്യരുത്. ഓക്കെ. 15-ാമത്തെ വാക്യം, അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചു. 2 രീതിയിൽ ഈ ഒരു വാക്യത്തെ മതപണ്ഡിതന്മാർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേന്ന് പറയണത് സാക്ഷ്യമായിട്ട്. ഓക്കെ, തൻ്റെ രോഗശാന്തിക്ക് ഫുൾ ക്രെഡിറ്റും താൻ തൻ്റെ ഡോക്ടറായിട്ടുള്ള അല്ലെങ്കിൽ തൻ്റെ സൗഖ്യദാതാവായിട്ടുള്ള യേശുവിന് കൊടുക്കുകയാണ്. ഞാൻ യേശുവിനെ കണ്ട് വീണ്ടും സംസാരിച്ചു, ഇവനാണ് എനിക്ക് സൗഖ്യം തന്നത്, സോ എൻ്റെ ഈ രോഗശാന്തിക്കുള്ള ഫുൾ ക്രെഡിറ്റ് ഞാൻ യേശുവിന് കൊടുക്കുകയാണ്. ഒരു രീതി. രണ്ടാമതായിട്ട് മതപണ്ഡിതന്മാർ പറയുന്നത് യേശുവിന് ഒരു രീതിയിൽ ഈ വ്യക്തി ചതിക്കുകയായിരുന്നു എന്നാണ്. കാരണം സാപത്തിന് തന്നെ പ്രേരിപ്പിച്ചത് ഈ വ്യക്തിയായിരുന്നു. താൻ മനഃപൂർവ്വം ചെയ്തതല്ല, ഈ വ്യക്തി കാരണമാണ് താൻ സാപത്ത് ലംഘിച്ചത്. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടും എന്ന് പറയുന്ന കുറച്ച് ഒരു സ്കോളേഴ്സും ഉണ്ട്. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നത് ആദ്യത്തെ കാര്യമാണ്. യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചത് വഴിയായിട്ട് ഫുൾ ക്രെഡിറ്റും തൻ്റെ രോഗശാന്തിയുടെ ഈ അത്ഭുതത്തിൻ്റെ ഒക്കെ ഫുൾ ക്രെഡിറ്റും ഈ തളർവാദ രോഗി ആർക്ക് കൊടുക്കുകയാണ്? യേശുവിന് കൊടുക്കുകയാണ്. 16-ാമത്തെ വാക്യം, സാപത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ എന്ത് ചെയ്തു? ദ്വേഷിക്കാൻ തുടങ്ങി, കുറ്റപ്പെടുത്താൻ തുടങ്ങി. എന്താണ്? മറ്റൊരു വ്യക്തിയെ സാപത്ത് ലംഘിക്കാനായിട്ട് പ്രേരിപ്പിച്ചു.
താൻ മൂലം മറ്റൊരു വ്യക്തി സാബത്ത് ലംഘിച്ചു, സാബത്തിൽ നിഷിദ്ധമായിട്ടുള്ള കാര്യങ്ങൾ താൻ മൂലം മറ്റൊരു വ്യക്തി ചെയ്തു. അതുകൊണ്ടിട്ട് തന്നെ ഈ യഹൂദരെല്ലാവരും എന്താ പറയുക, ഒരു രാഷ്ട്രീയപരമായിട്ട്, നിയമപരമായിട്ട്, അവരുടെ മതപരമായിട്ട് യേശുവിനെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. 17-ാമത്തെ വാക്യത്തിൽ തന്നെ ദ്വേഷിക്കുന്ന, തന്നെ കുറ്റപ്പെടുത്തുന്ന യഹൂദർക്ക് യേശു മറുപടി കൊടുക്കുകയാണ്. യേശു അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ്. നോക്കിയേ, യേശുവും ദൈവവും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് യഹൂദരുടെ മുന്നിൽ യേശു തുറന്നു കാണിക്കുകയാണ്. താൻ ഇതൊക്കെ ചെയ്യുന്നത് തൻ്റെ ഇഷ്ടപ്രകാരമല്ല, മറിച്ച് തൻ്റെ പിതാവ് സ്വർഗത്തിലിരുന്ന് തന്നോട് പറയുന്നതനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ താനും പിതാവും തമ്മിൽ അത്രയും ഗാഢമായിട്ടുള്ള ബന്ധമാണ് ഉള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് യേശു എൻ്റെ പിതാവ് എന്ന് പറയുന്നത്. എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. അപ്പോൾ യേശു ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങളിപ്പോൾ ഞാനുമായിട്ട് തർക്കിക്കാൻ പോകുന്നത് എന്തിനെ പറ്റിയാ? സാബത്തിനെ പറ്റിയാ. എന്ന് വെച്ചാൽ വിശ്രമിക്കേണ്ട ഒരു ദിവസത്തെക്കുറിച്ചാണ് നിങ്ങൾ എന്നോട് തർക്കിക്കാൻ പോകുന്നത്. എന്നാൽ നിങ്ങൾ കേട്ടോ, ഞാൻ പറയാണ്, എൻ്റെ പിതാവ് ഒരിക്കലും വിശ്രമിക്കുന്നില്ല. എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നത് കൊണ്ടിട്ടാണ് ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത്, പുതിയ സൃഷ്ടികൾ ഉണ്ടാവുന്നത്, പാപത്തിൽ മരിച്ചുപോയവർക്ക് വീണ്ടെടുപ്പ് ഉണ്ടാവുന്നത്. ഇതെല്ലാം എൻ്റെ പിതാവ് നിരന്തരം റെസ്റ്റില്ലാണ്ട്, വിശ്രമമില്ലാണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിശ്രമത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്. അതുകൊണ്ട് ഞാനും. നോക്കിയേ, യേശുവിന് എവിടെ നിന്നാണ് ഈ അധികാരം കിട്ടിയിരിക്കുന്നത്? അതാണ് ഈ കാണിക്കണേ, യേശുവും ദൈവവും ഒന്നാണ് എന്ന് കാണിക്കുകയാണ്. ഞാനും പ്രവർത്തിക്കുന്നു, എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. ഇവർ രണ്ടാൾക്കാരും ഒന്നാണ് എന്ന് യേശു യഹൂദർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. 18-ാമത്തെ വാക്യം, ഇതുമൂലം അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു. യേശു ഈ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി എന്തായി, തീവ്രമായിട്ട് യേശുവിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിനെ വധിക്കാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം എന്താണ്? അവൻ സാബത്ത് ലംഘിക്കുക മാത്രമല്ല, തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു. ഇങ്ങനെ പറയുന്ന ഒരാൾ യഹൂദന്മാരുടെ കണ്ണിൽ ദൈവദൂഷണം പറയുന്നതിന് തുല്യമാണ്. പക്ഷെ ഇവർ മനസ്സിലാക്കുന്നില്ല, ദൈവത്തിൻ്റെ പ്രിയപുത്രൻ തന്നെയാണ് ഈ പറയുന്നതെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. അതിന് പറയാൻ അധികാരമുള്ളവൻ തന്നെയാണ് ഇത് പറയുന്നതെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. സാധാരണ ഒരു യഹൂദ ജനതയിൽ പെട്ടൊരു വ്യക്തി പറയുകയാണെന്ന് വിചാരിച്ചുകൊണ്ട്, അവൻ ദൈവദൂഷണം പറയുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് അവർ യേശുവിനെ വധിക്കാനായിട്ട് ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 കാരണങ്ങളുണ്ട്. ഒന്നെന്തെന്നാണ്, അവൻ സാബത്ത് ലംഘിച്ചു എന്നുള്ളത്. പക്ഷെ അതിലും ഗൗരവകരമായിട്ടുള്ള കാര്യമായിട്ട് അവർ പറയുന്നത് ഈ 2-ാമത്തെ കാര്യമാണ്. അതെന്താണ്? തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട്, ദൈവം പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. അപ്പോൾ ദൈവത്തിന് തുല്യനാക്കി. അതുകൊണ്ടിട്ട് മാത്രമല്ല, ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുകയും ചെയ്തു. ദൈവതുല്യനാക്കി, ഒപ്പം തന്നെ ദൈവത്തെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടിട്ട് ഇവനെ വധിക്കാനായിട്ട് അവർ കൂടുതൽ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് 1-ാമത്തെ സബ് ഹെഡിങ് ആയിട്ടുള്ള ബെത്സയിദായിലെ രോഗശാന്തി എന്ന് പറയുന്നത്. 2-ാമത്തെ സബ് ഹെഡിങ് ആണ് പുത്രൻ്റെ അധികാരം. ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് ബെത്സയിദായിൽ വെച്ചിട്ട് നമ്മുടെ ഈ യഹൂദന്മാരുമായിട്ട് യേശു നടത്തുന്ന ആ ഒരു കോൺവെർസേഷനില്ലേ, അതിൻ്റെ തുടർച്ചയാണ് പറയുന്നത്. ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റും പറയുന്നത് പുത്രൻ എവിടെ നിന്നാണ് ഈ അധികാരം ലഭിച്ചത്, പുത്രൻ്റെ അധികാരം എന്താണ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, എവിടെ നിന്നാണ് പുത്രൻ ഈ അധികാരങ്ങളൊക്കെ ലഭിച്ചത്? ദൈവത്തിൽ നിന്ന്. 2, എന്താണ് ഈ അധികാരപ്പെടുത്തിയിരിക്കുന്നത്, ദൈവം എന്തൊക്കെ കാര്യങ്ങളാണ് പുത്രനെ അധികാരപ്പെടുത്തിയിരിക്കുന്നത്. 19 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ് ഈ ഒരു സബ് ഹെഡിങ്ങിന് കീഴിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. 19-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ യഹൂദരുടെ ഇടയിൽ ഒരു ടീച്ചർ അല്ലെങ്കിൽ റബ്ബിമാർ സത്യം സത്യമായി 2 പ്രാവശ്യം സത്യം സത്യം എന്ന് പറഞ്ഞാൽ, ട്രൂ അല്ലെങ്കിൽ ട്രൂലി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്ന് പറയുന്നത് താൻ പറയാൻ പോകുന്ന കാര്യം അത്രമാത്രം ക്രിട്ടിക്കലായിട്ടുള്ളൊരു കാര്യമാണ്, അത്രമാത്രം എന്താ പറയുക, പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ സത്യം സത്യമായി എന്ന് പറയുന്നത്. പൊതുവേ ഇത് റബ്ബിമാരാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, ഈ സത്യം സത്യമായി എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ എവിടെ നിന്നാണ് യേശുവിന് ഈ അധികാരം ലഭിച്ചത്? പിതാവ് ചെയ്യുന്നത് കണ്ടിട്ടാണ് യേശു ചെയ്യുന്നത്. പിതാവ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് യേശുവും ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇവരുടെ 2 പേരുടെയും ആ ഒരു അധികാരം, അല്ലെങ്കിൽ അവരുടെ 2 പേരുടെ ആ ഒരു ശക്തി, പവർ ഈക്വലാണ്. മനസ്സിലായോ? പിതാവും പുത്രനും ഈക്വലാണ്.
പുത്രന് ഈ അധികാരങ്ങൾ കൊടുത്തത് പിതാവാണ്. പിതാവ് ചെയ്തു കാണുന്നത് തന്നെയാണ് പുത്രനും ചെയ്യുന്നത്. അപ്പോൾ ഇതിനർത്ഥം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പുത്രന് അധികാരം കൊടുത്തത് പിതാവാണെന്നും പിതാവ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് പുത്രൻ ചെയ്യുന്നത്. അതുവഴി ഇവരുടെ രണ്ടുപേരുടെ അധികാരങ്ങളും ശക്തികളും ഒക്കെ ഒന്നാണെന്നുമാണ് ഈ ഒരു ഭാഗം സൂചിപ്പിക്കുന്നത്. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. നോക്കിയേ, പിതാവ് ചെയ്യുന്നതെല്ലാം അതേപോലെ തന്നെ ആരും ചെയ്യുന്നു? പുത്രനും ചെയ്യുന്നു. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ശക്തി, അവരുടെ ആ ഒരു ഒത്തൊരുമയാണ് ഈ ഒരു വചനഭാഗത്തിൽ പറയുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും അധികാരം ഒന്ന് തന്നെയാണ്. ഇവർ രണ്ടുപേരും ചെയ്യുന്ന ജോലികളും ഒന്ന് തന്നെയാണ്. വ്യക്തികൾ ഡിഫറെൻ്റ് ആണെങ്കിലും ഇവർ ചെയ്യുന്ന ജോലികളിൽ വെച്ച് നമുക്കൊരിക്കലും ഇവരെ വേർപെടുത്താനായിട്ട് സാധിക്കില്ല. ആര് ചെയ്ത പ്രവൃത്തിയാണെന്ന് നമുക്ക് വേർപെടുത്താൻ സാധിക്കില്ല. കാരണം പിതാവ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് അപ്പാടെ ആരും ചെയ്യുന്നത്? പുത്രനും ചെയ്യുന്നത്. ഇനി എന്തുകൊണ്ടിട്ടാണ് ഈ പിതാവ് ചെയ്ത കാര്യങ്ങളെല്ലാം പുത്രൻ അപ്പാടെ ചെയ്യണത് എന്നുള്ളതിന് ഉത്തരമാണ് യേശു 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. പിതാവ് പുത്രനെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. 2, താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിച്ചവനെ പഠിപ്പിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ടിട്ടാണ് പിതാവ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ ആരും ചെയ്യുന്നത്? പുത്രനും ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? യേശുവും അല്ലെങ്കിൽ പുത്രനും പിതാവും തമ്മിലുള്ള ആ ഒരു അടുപ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവരുടെ ഇടയിലുണ്ടായിരുന്ന ആ ഒരു സ്നേഹം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സ്വകാര്യമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എത്രമാത്രം ആഴത്തിലുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താണ്? പുത്രനെ പിതാവ് സ്നേഹിക്കുകയും ഒപ്പം താൻ ചെയ്യുന്ന പ്രവർത്തികൾ എല്ലാം പുത്രന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ സ്നേഹത്തിൽ പുത്രൻ എന്ത് ചെയ്തു? പിതാവ് ചെയ്യുന്ന പ്രവർത്തികളെല്ലാം റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, തീർന്നില്ല. 20-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം എന്താ പറയുന്നത്? നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവർത്തികളും അവിടെ നിന്ന് അവനെ കാണിക്കും. അപ്പം നിങ്ങൾക്ക് അറിയില്ലാത്ത, ഇനിയും നിങ്ങൾ ഇതിലും കൂടുതൽ നിങ്ങൾ ഷോക്കാവാൻ പോകുന്ന കുറേ കാര്യങ്ങൾ ഇനി പിതാവ് പുത്രനെ കാണിക്കാൻ പോവാണ്. ഓക്കെ, ഇത്രയല്ല, ഇതൊന്നും അല്ല നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതിലും വലിയ കാര്യങ്ങൾ പുത്രനെ കൊണ്ട് പിതാവ് ചെയ്യിക്കും. പിതാവ് കാണിച്ചു കൊടുക്കും പുത്രന്. എന്തായിരിക്കും അത് ഉദ്ദേശിക്കുന്നത്? അവസാന വിധി, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ജനങ്ങളെ ഉയർപ്പിക്കുന്ന ആ ഒരു വലിയൊരു പ്രക്രിയ. ഇതൊക്കെയാണ് യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ വിസ്മയിക്കും, നിങ്ങൾ ഷോക്കാവും ഇതൊക്കെ കാണുമ്പോൾ. കാരണം അത്തരത്തിൽ നിങ്ങൾ ഷോക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരെയും പിതാവ് എന്ത് ചെയ്യുന്നുണ്ട്? പുത്രനെ കാണിക്കാൻ പോവുകയാണ്. മനസ്സിലായോ? തുടർന്ന് യേശു പറയാണ്, പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ. എന്താ പറയുന്നത്? പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ. ശ്രദ്ധിക്കുക, മരിച്ചവരെയാണ് എഴുന്നേൽപ്പിക്കുന്നത് പിതാവ്. പുത്രൻ താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. താൻ ഇഷ്ടപ്പെടുന്നവർക്ക്, താൻ ആഗ്രഹിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. അവിടെ മരിച്ചു എന്ന് നിർബന്ധമില്ല. ജീവിക്കുന്ന ഒരുവനും മരിച്ച് ജീവിക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മീയമായിട്ട് മരിച്ച് ജീവിക്കാം. നമുക്ക് ദൈവവുമായിട്ട് ഉള്ളിൽ ഒരു അടുപ്പവും ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാം. അങ്ങനെ ഉള്ളവരെ യേശു ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യേശുവിന് എന്ത് ചെയ്യാം? അവനെ ജീവനിലേക്ക് നയിക്കാം. അവന് പുതുജീവൻ നൽകി ആത്മാവിൽ ശക്തിപ്പെടുത്തി അവന് ദൈവവുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്തി ജീവിപ്പിക്കാനായിട്ട് യേശുവിന് സാധിക്കും. പക്ഷെ പിതാവ് എന്താണ്? പിതാവ് ലിമിറ്റഡ് ആയിട്ടാണ് പറയണേ. മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ. മരിച്ചവർ, ഒരു ഫിസിക്കലായിട്ടുള്ളൊരു കാര്യം നടന്നിട്ടാണ് ജീവൻ കൊടുക്കുന്നത് പിതാവ്. പക്ഷെ പുത്രൻ എന്താ ചെയ്യുന്നത്? താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. താൻ ആഗ്രഹിക്കുന്നവർക്ക്. അവിടെ മരിച്ചവനെന്നോ ജീവിക്കുന്നവനെന്നോ വ്യത്യാസമുണ്ടോ? ഇല്ല. ജീവിക്കുന്നവനാണെങ്കിലും അവൻ ആത്മാവിൽ മരിച്ചവനാണെങ്കിൽ അവന് ജീവൻ നൽകാനുള്ള അധികാരവും ആർക്കുണ്ട്? പുത്രനുണ്ട്. നോക്കി, പിതാവ് തന്നെക്കാളും കൂടുതൽ അധികാരപ്പെടുത്തിയിരിക്കുന്നത് പുത്രനെയാണ്. പിതാവ് തനിക്കുള്ള അധികാരത്തിനേക്കാളും കൂടുതൽ അധികാരം നൽകിയിരിക്കുന്നത് ആർക്കാണ്? പുത്രനാണ്, യേശുവിലാണ്, ദൈവത്തിൻ്റെ കുഞ്ഞാടിലാണ്, മനുഷ്യപുത്രനാണ്. ഓക്കെ, ഇനി അത് നമുക്ക് ഒന്നും കൂടി സ്ട്രോങ് ആക്കി തരാണ്. എന്ന് വെച്ചാൽ യേശുവിനാണ് ഏറ്റവും കൂടുതൽ അധികാരം ദൈവം കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ പുത്രനാണ് ഏറ്റവും കൂടുതൽ അധികാരം പിതാവ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതിന് തെളിവാണ് 22-ാമത്തെ വാക്യം. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. നോക്കിയേ, വിധി മുഴുവനും ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? പുത്രനെയാണ്, യേശുവിനെയാണ്. ആരാണ് വിധിക്കാത്തത്? ദൈവം വിധിക്കാറില്ല, പിതാവ് വിധിക്കാറില്ല. വിധിക്കാനായിട്ടുള്ള മുഴുവൻ അധികാരവും ആർക്കാ കൊടുത്തിരിക്കുന്നത്? യേശുവിനാണ് കൊടുത്തിരിക്കുന്നത്. ഈ വിധി എന്നുദ്ദേശിക്കുന്നത് രണ്ട് രീതിയിൽ നമുക്ക് പറയാം.
നമ്മളായിരിക്കുന്ന സമയത്ത് നമ്മളെ വിധിക്കും. ഭൂമിയിലായിരിക്കുന്ന സമയത്ത് നമ്മളെ വിധിക്കും. നമ്മുടെ മരണശേഷവും നമ്മളെ വിധിക്കും. ഭൂമിയിലായിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് വിധിക്കുന്നത്? ആത്മീയമായിട്ട് നമ്മളെ വിധിക്കും. നമുക്ക് ആത്മീയതയ്ക്ക് കുറവുണ്ടെങ്കിൽ അത് നിറച്ച് നമ്മളുടെ ഉള്ളിൽ പുതിയൊരു ജീവൻ നൽകും. അതാണ് ഇപ്പോൾ വിധിക്കുക എന്ന് പറയുന്നത്, പ്രസൻറ്റിൽ വിധിക്കുക എന്ന് പറയുന്നത്. ഇനി ഭാവിയിൽ നമ്മളെ വിധിക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ മരണശേഷം നമ്മളെ വിധിക്കും, അല്ലേ? അപ്പോൾ എല്ലാ രീതിയിലുള്ള വിധിയും പറയാനായിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാ രീതിയിലും ഇപ്പോഴും ഫ്യൂച്ചറിലും ഒക്കെ വിധിക്കാനായിട്ടുള്ള അധികാരം ദൈവം ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? പുത്രനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തുകൊണ്ടിട്ടായിരിക്കും പിതാവ് പുത്രന് ഈ വിധിക്കാനായിട്ടുള്ള അധികാരം കൊടുത്തിരിക്കുന്നത്? അത് വലിയൊരു തിയോളജിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്, അല്ലേ? പൂർണ്ണമായിട്ട് ദൈവവും പൂർണ്ണമായിട്ട് മാനുഷിക നേച്ചേഴ്സും ഉള്ള ഒരാളാണ് യേശു. അപ്പം മനുഷ്യന്മാരെ വിധിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് വേണം? മനുഷ്യൻ്റെ ഉദ്ദേശങ്ങൾ അറിയണം, മനുഷ്യൻ്റെ ഹൃദയം അറിയണം, മനുഷ്യൻ്റെ ആക്ടിവിറ്റീസ് അറിയണം, ഓരോ സന്ദർഭങ്ങളിൽ മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കും എന്നറിയണം. ഇതെല്ലാം അറിയുന്നത് ആൾക്കാണ്? ഒരു മനുഷ്യൻ തന്നെയാണ്. ഇവിടെ പിതാവ് പൂർണ്ണ ദൈവമാണ്, പക്ഷെ പുത്രൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. എന്നുവെച്ചാൽ മനുഷ്യൻ്റെ എല്ലാ ലിമിറ്റേഷൻസും, മനുഷ്യൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും, മനുഷ്യൻ്റെ എല്ലാ ഹൃദയ ചിന്തകളും വിചാരങ്ങളും, മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ആർക്ക് മനസ്സിലാക്കാൻ പറ്റും? പുത്രന് മനസ്സിലാക്കാൻ പറ്റും. കാരണം പുത്രനൊരു പൂർണ്ണ മനുഷ്യനും കൂടിയാണ്. അപ്പോൾ ഒരേ ഇതിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? വിധി പറയാൻ പറ്റുള്ളൂ. കറക്റ്റായിട്ട് ആ ഒരു അവസ്ഥയെ എന്താ പറയുക, വ്യാഖ്യാനിക്കാനായിട്ട് പറ്റുള്ളൂ, വിലയിരുത്താനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടിട്ടാണ് പൂർണ്ണ ദൈവമായിട്ടുള്ള പിതാവ് എന്ത് ചെയ്യുന്നു? പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിട്ടുള്ള പുത്രനെ മനുഷ്യന്മാരെ വിധിക്കാനായിട്ടുള്ള അധികാരം കൊടുത്തത്. മനസ്സിലായോ? അപ്പോൾ വിധിക്കുള്ള അധികാരം മുഴുവനായിട്ടും ആർക്കാണുള്ളത്? പുത്രനാണുള്ളത്. അവന് മനുഷ്യനെക്കുറിച്ച് വളരെ അഗാധമായിട്ടുള്ള അറിവുണ്ട്, അല്ലേ? മനുഷ്യൻ്റെ ചിന്തകളെക്കുറിച്ച് അറിവുണ്ട്. പെർഫെക്റ്റായിട്ട് എങ്ങനെ നീതി നടത്തണം എന്ന് അവനറിയാം, അല്ലേ? എങ്ങനെ നീതിമാനായിരിക്കണം എന്ന് അവനറിയാം. ഏതവസ്ഥയിൽ മനുഷ്യൻ എന്ത് പ്രവർത്തിക്കും എന്ന് ആർക്കറിയാം? യേശുവിനറിയാം. കാരണം നമ്മൾ കണ്ടതാണ്, യേശുവിന് ദേഷ്യം വന്നിട്ടുണ്ട്, യേശു കരഞ്ഞിട്ടുണ്ട്, യേശു വിഷമിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും യേശുവും ചെയ്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഓരോ ഘട്ടങ്ങളിലും മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കും, പ്രതികരിക്കും എന്നുള്ളത് യേശുവിന് നല്ലോണം അറിയാം. അതുകൊണ്ടിട്ട് തന്നെ മനുഷ്യന്മാരെ വിധിക്കാനായിട്ടുള്ള കഴിവ് കംപ്ലീറ്റും പിതാവ് കൊടുത്തത് പുത്രനായിട്ടുള്ള യേശു ക്രിസ്തുവിനാണ്. ഇനി നോക്കിയേ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദൈവം എന്തുകൊണ്ടിട്ടാണ് പുത്രന് ഇത്ര അധികാരം കൊടുത്തിരിക്കുന്നത്? അതിനുത്തരമാണ്, പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണിത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിതാവും പുത്രനും ഒന്നാണ്, ഒരേപോലെയാണ്, ഒരേ അധികാരത്തിൽപ്പെട്ടവരാണ്, ഒരേ ശക്തിയുള്ളവരാണ്. അതുകൊണ്ടിട്ട് പിതാവിനെ നമ്മൾ എങ്ങനെ ആദരിക്കുന്നോ അതുപോലെ തന്നെ പുത്രനെയും ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത്രമാത്രം ഓവറായിട്ടുള്ള കഴിവുകളും അധികാരങ്ങളും പിതാവ് പുത്രന് കൊടുത്തത്. നമ്മളതിന് ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിക്കുക, നമ്മുടെ സമൂഹത്തിൽ തന്നെ അപ്പച്ചനും മകനും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പച്ചന്മാർക്കായിരിക്കും കൂടുതൽ ബഹുമാനം നമ്മൾ കൊടുക്കുന്നത്. അത്രയും നമ്മൾ നെക്സ്റ്റ് ജനറേഷനിൽ കൊടുക്കില്ല. ഓക്കെ, അതിൻ്റെ നെക്സ്റ്റ് ജനറേഷനിൽ വീണ്ടും കുറവായിരിക്കും. ഇതുപോലെ തന്നെയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും കാര്യവും. പിതാവിന് കൊടുക്കുന്ന അതേ സ്കെയിലിൽ തന്നെ ആയിരിക്കും നമ്മൾ പുത്രന് റെസ്പെക്റ്റ് കൊടുക്കുന്നത്? ഇല്ല. പക്ഷേ അങ്ങനെ അല്ല, പിതാവിനും പുത്രനും ഒരേപോലെ എന്താ പറയുക, ബഹുമാനിക്കണം, ആദരിക്കണം. അതിന് വേണ്ടിയിട്ട് പിതാവിൻ്റെ ട്രിക്കായിരുന്നു പുത്രന് കൂടുതൽ അധികാരങ്ങൾ കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണ് ഇത്. പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല. അപ്പം പിതാവിനെ ആദരിക്കണം എന്നുണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? പുത്രനെ ആദരിക്കണം, പുത്രനെ സ്നേഹിക്കണം, പുത്രനെ റെസ്പെക്റ്റ് ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ പിതാവിനെ സ്നേഹിക്കാനും പിതാവിനെ റെസ്പെക്റ്റ് ചെയ്യാനും പറ്റുള്ളൂ. ഒരു ഓപ്ഷണൽ അല്ല, പുത്രനെ ആദരിക്കുക എന്നുള്ളത് ഒരു ഓപ്ഷണൽ അല്ല, മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ മാത്രമേ നമ്മൾക്ക് പിതാവിൽ ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ, പിതാവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന് അർത്ഥമുള്ളൂ. അവസാനം ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണ്? പിതാവും പുത്രനും ഒന്നാണ്. ഇനി 24ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും, എന്ന് വെച്ചാൽ പുത്രൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും, എന്ന് വെച്ചാൽ പിതാവിനെ വിശ്വസിക്കുകയും. എന്താ ചെയ്യേണ്ടത്? പുത്രൻ്റെ വചനം കേൾക്കണം, അല്ലേ? പുത്രൻ്റെ വചനം കേൾക്കണം, പിതാവിനെ വിശ്വസിക്കണം. മനസ്സിലായോ?
പുത്രൻ്റെ വചനം കേൾക്കണം, പിതാവിനെ വിശ്വസിക്കണം. അങ്ങനെ ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നിത്യജീവൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒരിക്കലും മരണശേഷമല്ല തുടങ്ങുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ നിത്യജീവൻ്റെ ആ ഒരു ആക്ടിവിറ്റീസ്, ഹോംവർക്കുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. നിത്യജീവൻ നേടുന്നത് ഒരിക്കലും മരണത്തിന് ശേഷമല്ല. അത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾ കേൾക്കുകയും പിതാവിൽ വിശ്വസിക്കുകയും വേണം. ഇങ്ങനെ ചെയ്യുന്നവന് മാത്രമേ എന്തുണ്ടാവുള്ളൂ? മരണശേഷം നിത്യജീവനിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, 24ാമത്തെ വാക്യത്തിൽ വലുതാണ്, കഴിഞ്ഞിട്ടില്ല. 2ാമത്തെ വാക്യം എന്താണ്? അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. ഇങ്ങനെ നിത്യജീവൻ പ്രാപിക്കുന്നവന് 2 കാര്യങ്ങളാണ്. 1, യേശുക്രിസ്തുവിൻ്റെ വചനം കേൾക്കണം. 2, പിതാവിൽ വിശ്വസിക്കണം. അങ്ങനെ ചെയ്ത് നിത്യജീവൻ പ്രാപിക്കുന്നവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. കാരണം അവൻ്റെ പാപങ്ങൾക്കൊക്കെ പാപമോചനമായിട്ട് ഓൾറെഡി ത്യാഗം ചെയ്തിട്ടുണ്ട്? യേശുക്രിസ്തു. അപ്പോൾ ഒരിക്കലും ഇനി ഈ വ്യക്തിക്ക് ശിക്ഷാവിധി ഉണ്ടാവില്ല. അവനിനി ന്യായവിധിക്ക് മുന്നിൽ നിൽക്കേണ്ടി വരില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നവന് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അവൻ്റെ ആത്മീയമായിട്ടുള്ള മരണത്തിൽ നിന്ന് ഗാഢമായിട്ട് യേശുവുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് അവൻ പോയിരിക്കുന്നു. അതാണ് പറയുന്നത്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് അവൻ കടന്നിരിക്കുന്നു. ദൈവവുമായിട്ട് ഗാഢമായിട്ടുള്ള പെർമനൻ്റ് ആയിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് അവൻ കടന്നിരിക്കുന്നു. ഓക്കെ, വലിയൊരു വാക്യമാണ്. ഡിവൈഡ് ചെയ്ത് പഠിക്കുക. ഓരോന്നും എങ്ങനെയാണ് വന്നതെന്നും എല്ലാം ഒരു സ്റ്റോറി പോലെയാണല്ലേ, കണക്റ്റഡ് സ്റ്റോറിയാണെല്ലാം. ഓരോ വാക്യങ്ങളും അത് കണക്ട് ചെയ്ത് തന്നെ പഠിക്കുക. കംപ്ലീറ്റ്ലി തിയോളജിയാണ് ഈ ഒരു പോർഷൻസ്, കഥയല്ല, തിയോളജിയാണ് ഫുള്ള്. കണക്ട് ചെയ്ത് പഠിച്ചാലേ ഓർമ്മയിലുണ്ടാവുള്ളൂ കേട്ടോ. 25ാമത്തെ വാക്യത്തിൽ 3-ാം പ്രാവശ്യം യേശു യഹൂദരോട് സത്യം സത്യമായി എന്ന് പറയുകയാണ്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. എന്താ പറയുന്നത്? മരിച്ചവർ എന്ന് വെച്ചാൽ ആത്മാവിൽ മരിച്ചവർ, ഇപ്പോഴും ജീവനോടെ ഇരുന്ന് എന്നാൽ ആത്മാവിൽ മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു, ആ സ്വരം ശ്രവിക്കുന്നവൻ ജീവിക്കും. എന്നാൽ തൊട്ട് മുമ്പത്തെ വാക്യത്തിൻ്റെ ഒരു അഫർമേഷനാണ്, സ്ഥിരീകരിക്കുകയാണ് യേശു ഈ ഒരു വാക്യത്തിലൂടെ. ആത്മാവിൽ മരിച്ചവർ അല്ലെങ്കിൽ മരിച്ചവർ ദൈവത്തിൻ്റെ പുത്രൻ, ആരാണത്? യേശു ക്രിസ്തു. സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല അതിപ്പോഴാണ്, അത് വന്നു കഴിഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിലുണ്ട്, നിങ്ങളിപ്പോൾ എൻ്റെ സ്വരം കേൾക്കണം, ഞാനാണ് ദൈവപുത്രൻ എന്ന് യേശു പറയാതെ പറയുകയാണ് ഇവിടെ. ആ സ്വരം ശ്രവിക്കുന്നവൻ ജീവിക്കും. ആ സ്വരം ശ്രവിക്കുന്നവൻ എന്തുണ്ടാവും? നിത്യജീവൻ ഉണ്ടാവും. നിത്യജീവൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആത്മീയമായിട്ടുള്ള മരണത്തിൽ നിന്ന് അവൻ എന്ത് ചെയ്യുകയാണ്? ഒരു ഉണർവ് ലഭിക്കുകയാണ്, അവനൊരു പുനരുദ്ധാനം ലഭിക്കുകയാണ്, അവനൊരു ദൈവവുമായിട്ടുള്ളൊരു ഗാഢബന്ധത്തിലേക്ക് അവൻ നീങ്ങുകയാണ്. ഓക്കെ, പക്ഷെ അതിന് എന്ത് വേണം? ഒരേ ഒരു ക്രൈറ്റീരിയ ഉള്ളത് എന്താണ്? ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കണം. അതിനുള്ള സമയം വരുന്നു, പക്ഷെ അല്ല അത് വന്നു കഴിഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിലുണ്ട്, നിങ്ങൾ എന്നെ ശ്രവിക്കുക എന്ന് യേശു പറയാണ്. 26ാമത്തെ വാക്യം നമുക്ക് നോക്കാം. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. അപ്പം പിതാവ് പുത്രന് കൊടുത്ത വരമാണ് ഇത്. എന്താണ് ആ വരം? പിതാവിന് തന്നിൽ തന്നെ ജീവനുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിതാവ്, ദൈവം ഈ ലോകം മൊത്തം സൃഷ്ടിച്ചു അല്ലേ, പ്രപഞ്ചം ഫുള്ള് സൃഷ്ടിച്ചു. ദൈവത്തിന് ആരെങ്കിലും സൃഷ്ടിച്ചതാണോ? അല്ല. ദൈവത്തിൻ്റെ ഉള്ളിൽ തന്നെ എന്തുണ്ട്? ജീവനുണ്ട്. ദൈവം, ഗോഡ് ഇസ് നോട്ട് ക്രിയേറ്റഡ് അല്ലേ, ദൈവത്തിന് ആരും സൃഷ്ടിച്ചതല്ല, ദൈവത്തിൻ്റെ ഉള്ളിൽ തന്നെ ജീവനുണ്ട്. അതുപോലെ തന്നെ പുത്രനും തൻ്റെ ഉള്ളിൽ തന്നെ ജീവൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആര് വരം കൊടുത്തു? പിതാവ് വരം കൊടുത്തു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? പുത്രനെയും ആരും ക്രിയേറ്റ് ചെയ്തതല്ല, സൃഷ്ടിച്ചതല്ല. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും ഉത്ഭവം ഒരേപോലെയാണ്. രണ്ടുപേരെയും ആരും സൃഷ്ടിച്ചതല്ല, അവർ തുടക്കം മുതലേ ഉള്ളവരാണ്, അനാദി മുതലേ ഉള്ളവരാണ്. മനസ്സിലായോ? ഇവർ രണ്ടുപേരെയും ആരും ക്രിയേറ്റ് ചെയ്തതല്ല, മറിച്ച് ഇവരുടെ ഉള്ളിൽ തന്നെ ജീവനുണ്ട്. പക്ഷെ പുത്രന് ആ വരം കൊടുത്തത് ആരാണ്? പിതാവാണ്. പിതാവ് ഓൾറെഡി അങ്ങനെയാണ്, പക്ഷെ പുത്രന് അതിനുള്ള വരം കൊടുത്ത് അങ്ങനെ ആക്കിയതാണ്. എന്ന് വെച്ചാൽ ഇവരുടെ ഉത്ഭവവും ഒരുപോലെ തന്നെയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും ഒറിജിനും ഒരുപോലെ തന്നെയാണ്. ഓക്കെ, മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ അതേ എക്സ്പ്ലനേഷൻ തന്നെയാണ്. യേശു മനുഷ്യപുത്രനാണ് അല്ലേ, മുഴുവൻ മനുഷ്യനും മുഴുവൻ ദൈവവുമാണ്. അപ്പം മനുഷ്യപുത്രനായതുകൊണ്ടിട്ട് തന്നെ വിധിക്കാനുള്ള അധികാരവും
മനുഷ്യപുത്രന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം സാധാരണ മനുഷ്യരെ പോലെ തന്നെ ഇവനും പ്രലോഭനം ഉണ്ടായിട്ടുണ്ട് അല്ലേ? യേശുവിനും പ്രലോഭനം ഉണ്ടായിട്ടുണ്ട്. യേശുവും ഒരുപാട് ദുഃഖങ്ങൾ സഹിച്ചിട്ടുണ്ട്. യേശുവിന് ഒരുപാട് വിശന്നിട്ടുണ്ട്. യേശുവിന് ഒരുപാട് ദാഹിച്ചിട്ടുണ്ട്. യേശു ഒരുപാട് തളർന്നു കിടന്നിട്ടുണ്ട്. യേശുവിന് ദേഷ്യം വന്നിട്ടുണ്ട്. യേശു തൻ്റെ സുഹൃത്ത് മരിച്ചപ്പോൾ, ലാസർ മരിച്ചപ്പോൾ കരഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും യേശുവും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ വ്യത്യാസം? യേശു പാപം ചെയ്തില്ല. ഓക്കെ, യേശു പാപം ചെയ്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ വിധിക്കുന്നത്. വിധിക്കാനായിട്ട് ഏറ്റവും അർഹതയുള്ളവൻ തന്നെയാണ് നമ്മൾ വിധിക്കുന്നത്. ഇതിലും വലിയ അർഹതയുള്ളവൻ ഇനി ഇല്ല. കാരണം നമ്മൾ പോയ മാനസിക സംഘർഷങ്ങളിലൂടെ യേശുവും പോയിട്ടുണ്ട്. പക്ഷേ വ്യത്യാസം എന്താണ്? യേശു പാപം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ വിധിക്കാനായിട്ട് ഏറ്റവും അധികാരപ്പെട്ടവൻ ആര് തന്നെയാണ്? യേശു ക്രിസ്തു തന്നെയാണ്. 28-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. 28, 29 ഒന്നിച്ച് പഠിക്കണം കേട്ടോ. 28-ാമത്തെ വാക്യം, ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പുത്രന് പിതാവ് കൊടുത്ത അധികാരങ്ങളെപ്പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഏറെ പ്രത്യേകമായിട്ട് വിധിക്കാനായിട്ടുള്ള കഴിവ് കൊടുത്തതിനെ പറ്റിയാണ് കൂടുതൽ സംസാരിച്ചത് അല്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രമിക്കുന്ന സമയം വരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചവരെ എല്ലാം ആര് ഉയർപ്പിക്കും? യേശു ക്രിസ്തു ഉയർപ്പിക്കും. ഇത് പറയുന്നത് എന്തെന്നാണ്? മരണശേഷമുള്ള വിധിയെക്കുറിച്ചിട്ടാണ്. ഇവിടെ പറയുന്നത് എന്തെന്നാണ്? മരണശേഷമുള്ള വിധിയെക്കുറിച്ചിട്ടാണ്. കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. ആ സ്വരം എന്തായിരിക്കും? നമ്മുടെ അവസാന വിധിയാണ് ആ സ്വരമായിട്ട് നമ്മൾ കാണേണ്ടത്. കല്ലറകളിലുള്ളവരെല്ലാം, കല്ലറകളിലുള്ള ഇസ്രായേൽക്കാരെന്നാണോ പറഞ്ഞേ? കല്ലറകളിലുള്ള യഹൂദരെന്നാണോ പറഞ്ഞേ? അല്ല, എല്ലാവർക്കും കിട്ടാൻ പോകുന്നൊരു ചാൻസാണിത്. എല്ലാവർക്കും ഒരേപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന കാര്യമാണിത്. യൂണിവേഴ്സലാണ്, ഇൻക്ലൂസീവാണ്. ഓക്കെ, കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും, നന്മ ചെയ്തവർ എങ്ങോട്ടേക്ക് പോവും? നിത്യജീവനിലേക്ക് പോവും. തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും, തിന്മ ചെയ്തവർ എങ്ങോട്ടേക്ക് പോവും? നരകത്തിലേക്ക് പോവും, പുറത്തു വരും. നന്മ ചെയ്തവരും തിന്മ ചെയ്തവരെല്ലാവരും, മരിച്ചവരെല്ലാവരും വിധിക്ക് മുന്നിൽ നിൽക്കേണ്ടി വരും. നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായിട്ട്, നിത്യജീവൻ്റെ ഉയർപ്പിനായിട്ട് സ്വർഗത്തിലേക്ക്, നമ്മൾ വിശ്വസിക്കുന്ന കോൺസെപ്റ്റ് സ്വർഗത്തിലേക്കും. തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായി, അതെന്താണ്? നരകത്തിലേക്ക് പുറത്തു വരും. അടുത്തത് 3-ാമത്തെ സബ് ഹെഡിങ് ആണ് യേശുവിൻ്റെ സാക്ഷ്യം. അപ്പോൾ യേശു പുത്രൻ്റെ അധികാരം എവിടെ നിന്ന് ലഭിച്ചു, എന്തൊക്കെയാണ് പുത്രൻ്റെ അധികാരം എന്ന് പറഞ്ഞതിന് ശേഷം ഇതിന് സാക്ഷ്യം നൽകുകയാണ്. പല പല കാരണങ്ങളിലൂടെ യേശു സാക്ഷ്യം നൽകുന്നുണ്ട്. 1, സ്നാപക യോഹന്നാൻ. 2, യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങൾ യേശുവിൻ്റെ തന്നെ അധികാരത്തിൻ്റെ സാക്ഷിയാണ്. അതേപോലെ തന്നെ പഴയ നിയമങ്ങൾ, മോശ, അത് യേശുവിനെക്കുറിച്ച് പറയുന്ന വലിയ സാക്ഷ്യങ്ങളാണ്. അതുകൂടാതെ പിതാവ് തന്നെ, അല്ലെങ്കിൽ പിതാവായ ദൈവം തന്നെ യേശുവിന് വേണ്ടി സാക്ഷ്യം നൽകുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു സബ് ഹെഡിങ്ങിന് കീഴിലായിട്ടുള്ളത്. 30 മുതൽ 47 വരെയുള്ള വാക്യങ്ങളാണ് ഈ ഒരു സബ് ഹെഡിങ്ങിന് കീഴിൽ കാണാൻ സാധിക്കുന്നത്. 30-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. അപ്പോൾ ആദ്യം തന്നെ യേശു എന്താ പറയുന്നത്? സ്വന്തമായിട്ട് ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കില്ല. നിങ്ങൾ എനിക്ക് മുന്നേ ഒരുപാട് പ്രവാചകന്മാരെ കണ്ടിട്ടുണ്ട്. അവരെല്ലാവരും കുറേ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അതുപോലെ അല്ല. എനിക്ക് സ്വമേധയാ, എൻ്റെ ഇഷ്ടം അനുസരിച്ച് എനിക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. എനിക്ക് ആര് വേണം കൂടെ? പിതാവായ ദൈവം വേണം. പിതാവായ ദൈവം പറയുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ പിതാവിൻ്റെ ഒരു കണ്ണാടി പോലെ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് യേശു പറയാതെ പറയാണ്. ഞാൻ ശ്രവിക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു. എന്ന് വെച്ചാൽ പിതാവ് എന്നോട് എന്താണോ പറയുന്നത് അതുപോലെയാണ് ഞാൻ ചെയ്യുന്നത്. അതാണ് എൻ്റെ വിധി. ഓക്കെ, അതാണ് ഞാൻ വിധിക്കുന്ന വിധി. ഞാൻ എന്താണോ പിതാവ് പറയുന്നത് കേൾക്കുന്നത് അത് ഞാൻ പ്രവർത്തിക്കുന്നു. എന്ന് വെച്ചാൽ എന്ത് കാര്യം ഭൂമിയിൽ യേശു ചെയ്യുന്നുണ്ടോ, യേശു മലമുകളിലേക്ക് പോകുന്നുണ്ടോ, യേശു പ്രാർത്ഥിക്കുന്നുണ്ടോ, യേശു കടലിൽ കൂടി യാത്ര ചെയ്യുന്നുണ്ടോ, യേശു ജനങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നുണ്ടോ, പഠിപ്പിക്കുന്നുണ്ടോ, ദേവാലയത്തിൽ പോകുന്നുണ്ടോ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ, ഇതെല്ലാം ആരുടെ ഇഷ്ടമാണ്? പിതാവിൻ്റെ ഇഷ്ടമാണ്. പിതാവ് പറയണ അനുസരിച്ചിട്ടാണ് പുത്രൻ പ്രവർത്തിക്കുന്നത്. എന്ന് വെച്ചാൽ യേശുവിൻ്റെ എപ്പോഴും ഒരു കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ ആരുമായിട്ടുണ്ടായിരുന്നു? പിതാവുമായിട്ട് ഉണ്ടായിരുന്നു. യേശുവിൻ്റെ ഓരോ വാക്കുകളും, യേശുവിൻ്റെ ഓരോ പ്രവൃത്തികളും, യേശുവിൻ്റെ ഓരോ തീരുമാനങ്ങളും എല്ലാം എന്തുമായിട്ട് ചേർന്ന് പോകുന്നതായിരുന്നു? ദൈവികമായിട്ടുള്ള സത്യമായിട്ട് ചേർന്ന് പോകുന്നതായിരുന്നു. അതാരുടെ വാക്കുകളായിരുന്നു? പിതാവായ ദൈവത്തിൻ്റെ വാക്കുകളായിരുന്നു, അവൻ്റെ ഹിതമായിരുന്നു. എൻ്റെ വിധി നീതിപൂർവകമാണ്. എന്താ പറയുന്നത്?
ഞാൻ വിധിക്കുന്ന വിധി നീതിപൂർവകമാണ്. കാരണം ഞാൻ ആരുടെ ദൗത്യം പൂർത്തിയാക്കാനാ വന്നേ? പിതാവായ ദൈവത്തിൻ്റെ ദൗത്യം. അപ്പം എന്നിലൂടെ നടക്കുന്ന ഓരോ വിധിയും ആരുടെ വിധിയാ? ദൈവത്തിൻ്റെ വിധിയാ. ദൈവത്തിൻ്റെ വിധിക്ക് മാനുഷികമായിട്ടുള്ള എന്തെങ്കിലും എന്താ പറയുക എറേഴ്സ് ഉണ്ടാവുമോ? മാനുഷികമായിട്ടുള്ള എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടാകുമോ? ഇല്ല. എന്ന് വെച്ചാൽ എൻ്റെ വിധി നീതിപൂർവകമാണ്. എന്ന് വെച്ചാൽ എൻ്റെ വിധിക്കുന്നത് ഞാനല്ല, പിതാവായ ദൈവത്തിൻ്റെ ഹിതം വഴിയാണ്. അതിന് യേശു കൊടുക്കുന്ന മറുപടി എന്താണ്? കാരണം എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. എൻ്റെ ദൗത്യമല്ല ഞാനിവിടെ പൂർത്തിയാക്കാൻ വന്നിരിക്കുന്നത്, എന്നെ അയച്ച എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമാണ്. ഓക്കെ. ഇനി യഹൂദരുടെ ഇടയിൽ ഞാനൊരു അത്ഭുതം പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ, ഞാൻ തന്നെ എന്നെ സാക്ഷ്യപ്പെടുത്താൻ യഹൂദർ അത് അംഗീകരിക്കില്ല. എന്നെ സാക്ഷ്യപ്പെടുത്താനായിട്ട് പുറത്തുനിന്ന് ആളുകൾ എന്നെക്കുറിച്ച് പറയണം. അപ്പോൾ യഹൂദരുടെ ഇടയിൽ യേശുവിനെ തന്നെ സാക്ഷ്യപ്പെടുത്തിയാൽ അവരത് അംഗീകരിക്കില്ല. യേശു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലിസ്റ്റ് ഓഫ് കാര്യങ്ങളില്ലേ, സ്നാപക യോഹന്നാൻ, പഴയ നിയമവും മോശയും, യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങൾ, പിതാവ് തന്നെ എന്നൊക്കെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറയുന്നത്. അതിൽ 31-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നെങ്കിൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല. കാരണം യഹൂദർ അത് അംഗീകരിക്കില്ല. എൻ്റെ സാക്ഷ്യം കള്ളമാണെന്ന് നിങ്ങൾ പറയും. എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന വേറൊരാളുണ്ട്. അപ്പോൾ യേശു തൻ്റെ സാക്ഷ്യത്തിൻ്റെ ഒന്നാമത്തെ കാര്യം വെളിപ്പെടുത്തുകയാണ്. ആരെയാണ്? സ്നാപക യോഹന്നാനെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, വേറെ ഒരാളുണ്ട് എന്നെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്ന. 32-ാമത്തെ വാക്യം നോക്കാം. എന്നെക്കുറിച്ചുള്ള അവൻ്റെ സാക്ഷ്യം സത്യവുമാണ് എന്ന് എനിക്കറിയാം. എന്താ പറയുന്നത്? എന്നെക്കുറിച്ചുള്ള അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് എനിക്കറിയാം. അങ്ങനെ പറയാനായിട്ട് ഉള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, സ്നാപക യോഹന്നാനെ ആ ദൗത്യം ഏൽപ്പിച്ചത് ആരാണ്? പിതാവായ ദൈവമാണ്. അതുകൊണ്ടിട്ട് തന്നെ അവൻ യേശുവിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അത് ദൈവികമായ സത്യത്തിൻ്റെ വെളിച്ചത്തിലാണ് സ്നാപക യോഹന്നാൻ പറഞ്ഞിരിക്കുന്നതല്ല, അല്ലേ? കാരണം അവൻ ആ ദൗത്യം ഏൽപ്പിച്ചത് ആരാണ്? പിതാവായ ദൈവം ഡയറക്റ്റാണ്. അതുകൊണ്ടിട്ടാണ് യേശുക്രിസ്തു പറയുന്നത്, എന്നെക്കുറിച്ചുള്ള സ്നാപക യോഹന്നാൻ്റെ അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് എനിക്കറിയാം. ഓക്കെ. ഇനി അതിനൊന്നും കൂടി യേശു വാലിഡേറ്റ് ചെയ്യുന്നതാണ് 33-ാമത്തെ വാക്യം. നിങ്ങൾ യോഹന്നാൻ്റെ അടുത്തേക്ക് ആളെ അയച്ചു, അവൻ സത്യത്തിന് സാക്ഷ്യം നൽകുകയും ചെയ്തു. നമ്മൾ ആദ്യത്തെ ഭാഗങ്ങളിലൊക്കെ കണ്ടു അല്ലേ, യഹൂദ പ്രമാണിമാരും അതേപോലെ തന്നെ പുരോഹിതന്മാരെയൊക്കെ അയക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? സ്നാപക യോഹന്നാൻ എവിടെ നിന്നാണ് വന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ കണ്ടു, ഈ യഹൂദന്മാർ പുരോഹിതന്മാരെയൊക്കെ അഴക്കുന്നുണ്ട്. അതാണ് ആ പറയുന്നത്, നിങ്ങൾ യോഹന്നാൻ്റെ അടുത്തേക്ക് ആളെ അയച്ച് നിങ്ങൾ ഒഫീഷ്യലായിട്ടുള്ള അന്വേഷണമൊക്കെ നടത്തിയതല്ലേ, ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തിയതല്ലേ. നിങ്ങൾ അന്വേഷണം നടത്തുന്ന ഘട്ടത്തിൽ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? സത്യത്തിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യഹൂദന്മാർ ചെയ്ത പ്രവൃത്തികൾ തന്നെ വെച്ചിട്ട് അവർക്കെതിരെ യേശു ഉപയോഗിക്കുകയാണ്. നിങ്ങൾ തന്നെ ഡയറക്റ്റ് പോയി മനസ്സിലാക്കിയതാണ് സ്നാപക യോഹന്നാൻ എന്നെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ. മനസ്സിലായി? ഇതിനവർക്ക് എതിർത്ത് പറയാൻ പറ്റുമോ? ഇല്ല. അവർ ചെയ്ത കാര്യങ്ങൾ വെച്ച് തന്നെ യേശു അവർക്ക് ചെക്ക് കൊടുക്കുകയാണ്. ഓക്കെ. എന്താ പറയുന്നത്? നിങ്ങൾ യോഹന്നാൻ്റെ അടുത്തേക്ക് ആളെ അയച്ചു, അവൻ സത്യത്തിന് സാക്ഷ്യം നൽകുകയും ചെയ്തു. ഇതില്ല, അല്ലെങ്കിൽ ഇത് കളവാണെന്ന് അവർക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അവർ പോയതാണ്, അവരാളെ അയച്ചതാണ്, യോഹന്നാൻ യേശുവിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയതാണ്, ലോകത്തിൻ്റെ വെളിച്ചമാണ് അവനെന്ന് പറഞ്ഞതുമാണ്. അപ്പോൾ ഇത് കള്ളമാണെന്ന് ഒരിക്കലും അവർക്ക് തിരിച്ചു പറയാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ യേശു അവരുടെ മുന്നിൽ അവരുടെ ആക്ഷൻ വെച്ച് തന്നെ യേശു സ്കോർ ചെയ്യാണ്. ഇനി 34-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. ഞാൻ മനുഷ്യരുടെ സാക്ഷ്യം സ്വീകരിക്കുന്നു എന്ന് വിചാരിക്കേണ്ട. അപ്പോൾ യേശു ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മനുഷ്യരുടെ സാക്ഷ്യം വേണ്ട, കാരണം എന്നെ അയച്ചത് ആരാണ്? പിതാവാണ്. അപ്പോൾ ഞാൻ മനുഷ്യരുടെ സാക്ഷ്യം സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ ഒരിക്കലും സ്വീകരിക്കില്ല. നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിനാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. കാരണം നിങ്ങൾ രക്ഷിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം. എന്നിൽ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് നിങ്ങൾക്ക് സാക്ഷ്യം കിട്ടിയിട്ടുണ്ടാവണം. ആ സാക്ഷ്യം ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞാലേ നിങ്ങൾ അംഗീകരിക്കുള്ളൂ. എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേറൊരു മനുഷ്യൻ തന്നെ സാക്ഷിയാവണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം എടുത്തു പറയുന്നത്. അല്ലാതെ എനിക്ക് നിങ്ങളുടെ വാലിഡേഷനോ നിങ്ങളുടെ വോട്ടോ ഒന്നും വേണ്ട. നിങ്ങൾ രക്ഷപ്പെടേണ്ടതിനാണ് ഞാനിതെല്ലാം പറയുന്നത്. 35-ാമത്തെ വാക്യത്തിൽ യേശു യോഹന്നാനെക്കുറിച്ച്, സ്നാപക യോഹന്നാനെക്കുറിച്ച് പറയാണ്, കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ. എന്താ പറയുന്നത്? ഒരു വിളക്ക്, കത്തിജ്വലിക്കുന്ന ഒരു വിളക്ക്. വിളക്കാണ് പ്രകാശം തരുന്നത്, അല്ലേ? ഇവൻ പ്രകാശമായിരുന്നു എന്നല്ല,
വിളക്കിലൂടെയാണ് നമുക്ക് പ്രകാശം ലഭിക്കുന്നത്. യോഹന്നാനാണ് നമുക്ക് പ്രകാശം കാണിച്ചു തന്നത്. പ്രകാശത്തിലേക്ക് വിരൽ ചൂണ്ടി തന്നത് ആരാണ്? യോഹന്നാനാണ്. അപ്പോൾ യോഹന്നാൻ ഒരു വിളക്കാണ്. ആ വിളക്കിലൂടെയാണ് നമുക്ക് എന്ത് ലഭിച്ചത്? പ്രകാശം ലഭിച്ചത്. കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ. അല്പസമയത്തേക്ക് അവൻ്റെ പ്രകാശത്തിൽ ആഹ്ലാദിക്കാൻ നിങ്ങൾ ഒരുക്കവുമായിരുന്നു. ഇതിനർത്ഥം എന്താണ്? കുറച്ച് നാളാണെങ്കിൽ പോലും സ്നാപക യോഹന്നാൻ ജോർദാൻ നദിക്കരയിൽ വെച്ച് മാമോദീസ കൊടുക്കുന്ന സമയത്ത് നിങ്ങളിൽ അനേകർ പോയി അവനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചിട്ടുണ്ട് അല്ലേ? എപ്പോൾ വരെയും ഞാനാണ് യഥാർത്ഥ പ്രകാശം എന്ന് അവൻ ചൂണ്ടിക്കാണിക്കുന്നത് വരെയും നിങ്ങൾ അവൻ്റെ വെളിച്ചത്തിലായിരുന്നു നടന്നിരുന്നത്. നിങ്ങൾ അവൻ്റെ വെളിച്ചത്തിലാണ് സന്തോഷം കണ്ടിരുന്നത്. അത് ഷോർട്ട് ലിവ്ഡ് ആയിരുന്നു, കുറച്ച് നാളത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. എപ്പോൾ വരെയും? എന്നെ അവൻ ചൂണ്ടിക്കാണിക്കുന്നത് വരെയും, പ്രകാശത്തിനെ അവൻ ചൂണ്ടിക്കാണിക്കുന്നത് വരെയും. അതാണ് പറയുന്നത്, കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ. അല്പസമയത്തേക്ക് അവൻ്റെ പ്രകാശത്തിൽ ആഹ്ലാദിക്കാൻ നിങ്ങൾ ഒരുക്കവുമായിരുന്നു. അപ്പം 32-ാമത്തെ വാക്യം തൊട്ട് നമ്മുടെ ഈ 35-ാമത്തെ വാക്യം വരെ യേശു ആരെപ്പറ്റിയാണ് പറയുന്നത്? സ്നാപക യോഹന്നാൻ തനിക്ക് നൽകിയ സാക്ഷ്യത്തെ പറ്റിയാണ്. ഇനി 36-ാമത്തെ വാക്യം തൊട്ട് യേശു പറയാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണ്? തൻ്റെ പ്രവൃത്തികളിലൂടെ യേശുവിന് സാക്ഷ്യം നൽകിയത്, തൻ്റെ തന്നെ അത്ഭുതങ്ങൾ തനിക്ക് സാക്ഷ്യം നൽകിയത് എങ്ങനെയാണ്? അതാണ് 36-ാമത്തെ വാക്യം പറയുന്നത്. എന്നാൽ യോഹന്നാൻ്റേതിനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട്. എന്താ പറയുന്നത്? യോഹന്നാൻ്റേതിനേക്കാൾ വലിയ സാക്ഷ്യം, എന്നെക്കുറിച്ചുള്ള വലിയ സാക്ഷ്യം എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. എന്തെന്നാൽ ഞാൻ പൂർത്തിയാക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ ചെയ്യുന്ന പ്രവൃത്തികൾ ഒരുപാടുണ്ട്. ഞാൻ വെള്ളം വീഞ്ഞാക്കി, രാജസേവകൻ്റെ പുത്രനെ ഞാൻ സുഖപ്പെടുത്തി, 38 വർഷം തളർവാദ രോഗം പിടിച്ചിരുന്ന വ്യക്തിയെ ഞാൻ സുഖപ്പെടുത്തി. അപ്പം ഞാൻ ചെയ്ത അത്ഭുതങ്ങൾ, ഇനിയും ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഇനിയും പൂർത്തിയാക്കേണ്ട കാര്യങ്ങളുണ്ട് അല്ലേ? ഇനിയും പൂർത്തിയാക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് ഒറ്റയ്ക്കാണോ? അല്ല, പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഞാൻ ഇതൊക്കെ ചെയ്ത് വെറുതെ പോകുന്ന വഴിക്ക് റാൻഡമായിട്ടുള്ള ആൾക്കാരെ പിടിച്ച് ഞാൻ അത്ഭുതം ചെയ്യുകയാണോ? അല്ല, അവിടെ പിതാവ് എനിക്ക് ഒരുക്കി തരുകയാണ് അവരെ. മനസ്സിലായോ? അപ്പം ഇതിൽ നിന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം, പിതാവാണ് എന്നെ അയച്ചതെന്ന് എൻ്റെ പ്രവൃത്തികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്, ഞാൻ ചെയ്യുന്ന അത്ഭുതങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതാണ് 2-ാമത്തെ സാക്ഷ്യം, തൻ്റെ തന്നെ അത്ഭുതങ്ങൾ. 1-ാമത്തെ സാക്ഷ്യം, തനിക്ക് സാക്ഷ്യം നൽകിയത് ആരാണ്? സ്നാപക യോഹന്നാനാണ്. 32 തൊട്ട് 35 വരെയുള്ള വാക്യങ്ങളിൽ സ്നാപക യോഹന്നാനെ കുറിച്ച് പറയുന്നുണ്ട്. 36-ാമത്തെ വാക്യം തൊട്ട് എന്തിനെക്കുറിച്ച് പറയുന്നുണ്ട്? തൻ്റെ തന്നെ പ്രവൃത്തികൾ തനിക്ക് സാക്ഷ്യം നൽകിയത്. ഓക്കെ, ഇനി എന്തിനാണ് യേശു ഇങ്ങനെ കുറേ സാക്ഷ്യങ്ങൾ കൊടുക്കണം? യോഹന്നാൻ്റെ മാത്രം സാക്ഷ്യം കൊടുത്താൽ പോരെ? അല്ല, യഹൂദന്മാരുടെ ആ ഒരു നിയമം അനുസരിച്ചിട്ട് ഒരു കാര്യത്തിന് നമ്മൾ ക്ലെയിം ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഞാൻ ദൈവപുത്രനാണ് എന്ന് യേശുവിന് ക്ലെയിം ചെയ്യണം എന്നുണ്ടെങ്കിൽ യേശുവിന് മൾട്ടിപ്പിൾ എവിഡൻസസ് കൊടുക്കേണ്ട അവസ്ഥയാണ്. എന്നുവെച്ചാൽ യഹൂദന്മാരുടെ നിയമം അങ്ങനെയാണ്. 4 or 5 എവിഡൻസുകൾ ഉണ്ടെങ്കിൽ, സാക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പെർട്ടിക്കുലർ നമ്മൾ കൊടുക്കുന്ന ക്ലെയിമുകൾ അവിടെയുള്ള യഹൂദ സമൂഹം അംഗീകരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ യേശു ദൈവപുത്രനാണ്, ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്ന് ജനങ്ങൾ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ സാക്ഷ്യങ്ങൾ യേശു കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ആദ്യം സ്നാപക യോഹന്നാനെ പറ്റി സാക്ഷ്യം കൊടുത്തത്, 32 മുതൽ 35 വരെ. അടുത്തത് 36 യേശു തൻ്റെ തന്നെ അത്ഭുതങ്ങളെ പറ്റി പറയുന്നുണ്ട്, തൻ്റെ തന്നെ പ്രവൃത്തികൾ പറയുന്നുണ്ട്, താൻ പൂർത്തിയാക്കേണ്ട പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. 37-ാമത്തേൽ ദൈവം തന്നെ ഒരു സാക്ഷിയായിട്ട് യേശു പറയുന്നുണ്ട്. ദൈവം തന്നെ തനിക്ക് വേണ്ടിയിട്ട് സാക്ഷ്യം വഹിച്ചതാണ് 37-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. എന്താ പറയുന്നത്? എന്നെ അയച്ച പിതാവ് തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവിടുത്തെ സ്വരം നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല, രൂപം കണ്ടിട്ടുമില്ല. അപ്പോൾ എന്നെ അയച്ച പിതാവ് തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ഫോൾട്ട് എന്താണ്? അവിടുത്തെ സ്വരം നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല. നിങ്ങൾ മോശയുടെ നിയമങ്ങളൊക്കെ പാലിക്കുന്ന ആളുകളാണ്. മോശയുടെ നിയമത്തിൽ അത്രമാത്രം സ്ട്രിക്റ്റ് വിശ്വാസം നിങ്ങൾക്കുണ്ട്. അതുവഴി നിങ്ങൾ ദൈവത്തോട് അടുത്തവരാണെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. യഹൂദരോട് യേശു പറയാതെ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ. യേശുവിൽ ദൈവത്തിൽ അടുത്തവരാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും നിങ്ങൾ ദൈവത്തിൻ്റെ സ്വരം കേട്ടിട്ടില്ല. ഓക്കെ, ഈവൺ യേശുവിന് ജ്ഞാനസ്നാനം നൽകുന്ന സമയം, സ്നാപക യോഹന്നാൻ മാമോദിസ മുക്കുന്ന സമയം സ്വർഗത്തിൽ നിന്ന് സ്വരം കേട്ടു എന്ന് പറയുന്നുണ്ട്. അതുപോലും നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ പറയുന്നു നിങ്ങൾ ദൈവവുമായിട്ട് അടുപ്പത്തിലാണെന്ന്, പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ എത്ര അകലെയാണ് ദൈവത്തിൽ നിന്ന് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ദൈവം ഞങ്ങളുമായിട്ട് വളരെ അടുപ്പത്തിലാണെന്ന് പറയുകയും എന്നാൽ നിങ്ങൾ ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ സ്വരം കേട്ടിട്ടുമില്ല, രൂപം കണ്ടിട്ടുമില്ല. ആ ദൈവമാണ് എനിക്ക് സാക്ഷ്യം നൽകുന്നത്. ഓക്കെ, അവിടെ നിന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. അപ്പം എന്താ പറയുന്നത്?
ശരിക്കും നിങ്ങൾ പിതാവ് എന്താണെന്ന് അറിയാത്തത് കൊണ്ടിട്ടാണ് പുത്രനെ വെറുക്കുന്നത്, അല്ലേ? പിതാവിന് യഥാർത്ഥമായിട്ടുള്ള അറിവ് നിങ്ങൾക്കുണ്ടോ? പിതാവിനെക്കുറിച്ച് യഥാർത്ഥമായിട്ടുള്ള അറിവ് നിങ്ങൾക്കില്ല. അതുകൊണ്ടിട്ടാണ് നിങ്ങൾ പുത്രനെ വെറുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്, അവിടെ നയച്ചവനെ നിങ്ങൾ വിശ്വസിക്കണില്ല, പുത്രനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ മുന്നിൽ നിന്ന് തന്നെ പുത്രൻ എന്ത് ചെയ്യുന്നുണ്ട്? അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. പുത്രനെ വിശ്വസിക്കാത്തടത്തോളം കാലം ഒരിക്കലും ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. എന്താ പറയുന്നത്? ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം മോശ വഴി നൽകിയ നിയമങ്ങൾ കാണാപ്പാഠം പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ നിയമത്തെക്കുറിച്ച് നല്ലോണം അറിയാം, അത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നുണ്ട്, അത് സ്ട്രിക്റ്റായിട്ട് പാലിക്കാത്തവർക്ക് ശിക്ഷ കൊടുക്കുന്നുണ്ട്. അതിനപ്പുറം ആത്മീയമായിട്ട് ദൈവത്തിൻ്റെ വചനം അവരുടെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ പുത്രനെ വിശ്വസിച്ചേനെ. ഓക്കെ, അപ്പോൾ യേശു അവിടെ നിന്ന് അയക്കപ്പെട്ടവനാണല്ലേ. അവിടെ നിന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. അവിടുത്തെ നിയമങ്ങൾ നിങ്ങൾ കാണാതെ പഠിച്ചെന്നേ ഉള്ളൂ, മറിച്ച് അത് നിങ്ങളുടെ ആന്തരിക മനുഷ്യന് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ആന്തരിക മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ടിട്ട് തന്നെ അവൻ്റെ ഉള്ളിൽ ആ വചനങ്ങളൊന്നും വസിക്കുന്നുമില്ല. അപ്പോൾ 37, 38 വാക്യങ്ങൾ ദൈവം തന്നെ തനിക്ക് സാക്ഷ്യം നൽകുന്നതിനെ കുറിച്ചിട്ടാണ്. അടുത്തത് 39 വാക്യം നോക്കാം. അത് വിശുദ്ധ ലിഖിതങ്ങൾ തന്നെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നതെന്നാണ്. വിശുദ്ധ ലിഖിതങ്ങൾ തന്നെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നതെന്നാണ്. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. വിശ്വസിക്കുന്നു എന്നല്ല കേട്ടോ, വിചാരിക്കുന്നു. അവ തന്നെയാണ് എന്നെക്കുറിച്ചും സാക്ഷ്യം നൽകുന്നത്. അപ്പം എന്താ പറയുന്നത്? നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വചനങ്ങൾ, പഴയ ലിഖിതങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അത് പഠിക്കുന്നത് വഴി നിത്യജീവൻ ലഭിക്കുമോ? ഇല്ല. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, അത് വിശ്വസിക്കണം. വിചാരിച്ചാൽ മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യണം? അത് വിശ്വസിക്കണം. അപ്പോൾ പഴയ നിയമത്തിൽ ഒരുപാട് കാര്യങ്ങൾ വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ച് പോയിൻ്റ് ചെയ്ത് പറയുന്നുണ്ട്. അതൊന്നും മനസ്സിലാക്കണില്ല അവർ, അതൊന്നും അവർ വിശ്വസിക്കുന്നില്ല. ഇതെല്ലാം തങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന യേശുവിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് അവർ വിശ്വസിക്കുന്നില്ല. അവർ വിചാരിക്കുന്നത് എന്താണ്? ഓക്കെ, ഞങ്ങൾ ഈ ബുക്ക് കംപ്ലീറ്റ്, ബൈബിൾ കംപ്ലീറ്റും ഞങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. പഠിച്ചു എന്ന് പറയുന്നത് കൊണ്ട് നിത്യജീവൻ പ്രാപിക്കാൻ പറ്റുമോ? ഇല്ല. അതിലെഴുതിയിരിക്കുന്ന ലിഖിതങ്ങൾ തന്നെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വിശ്വസിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്, വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ആ പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ലഭിക്കുന്നുണ്ടോ? ഇല്ല. അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. അത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ലഭിക്കില്ല? നിത്യജീവൻ പഠിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ലഭിക്കില്ല, മറിച്ച് അത് വിശ്വസിച്ചാലേ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ 39 വാക്യം എന്തിനെക്കുറിച്ചിട്ടാണ്? വിശുദ്ധ ലിഖിതങ്ങളെ കുറിച്ചിട്ടാണ്. എന്നിട്ടും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു. അപ്പോൾ ഈ ലിഖിതങ്ങളിൽ എഴുതിയിരിക്കുന്നത് എന്നെക്കുറിച്ചാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണില്ല. നിങ്ങളുടെ മുന്നിൽ ഞാൻ ഉണ്ടായിട്ടും എൻ്റെ അടുത്തേക്ക് വരാനായിട്ട്, നിത്യജീവൻ പ്രാപിക്കാനായിട്ട് എൻ്റെ അടുത്തേക്ക് വരാനായിട്ട് നിങ്ങൾ ഇപ്പോഴും തയ്യാറല്ല. മനസ്സിലായോ? എന്ന് വെച്ചാൽ നിങ്ങളുടെ ഹൃദയം അത്രമാത്രം കഠിനമാണ്. ദൈവം പുത്രൻ ആരാണെന്നും യേശു ക്രിസ്തു ആരാണെന്നും മനസ്സിലാക്കാൻ കഴിയാത്ത അത്ര വിധം എന്ത് ബാധിച്ചു? അവരുടെ ഹൃദയത്തിന് അന്ധകാരം ബാധിച്ചിരിക്കുകയാണ്. അവരുടെ ഹൃദയം അത്രമാത്രം കഠിനമായിരിക്കുകയാണ്. പക്ഷേ ഇതിലെന്താ പറയുന്നത്? നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരുവാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു. എന്ന് വെച്ചാൽ എപ്പോഴാണോ നമ്മൾ യേശുവിൻ്റെ അടുത്തേക്ക് പോകാൻ തയ്യാറാവുന്നത്, എന്നാൽ മാത്രമേ നമ്മൾക്ക് ഒരു ആത്മീയ ജീവൻ ഉണ്ടാകുള്ളൂ. ഓക്കെ, അതിന് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? തയ്യാറാകുന്നില്ല. നിങ്ങൾ വെറുതെ പഠിക്കുന്നുണ്ട് ലിഖിതങ്ങൾ, പക്ഷെ അതിൻ്റെ പൊരുള് അല്ലെങ്കിൽ അതിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കാത്തത് നിമിത്തം നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. എൻ്റെ അടുത്തേക്ക് വരാത്ത പക്ഷം നിങ്ങൾക്ക് എന്തുണ്ടാവില്ല? ജീവൻ ഉണ്ടാവില്ല. അതാണ് 40 വാക്യത്തിൽ പറയുന്നത്. ഇനി 41, 42 എത്രമാത്രം കഠിന ഹൃദയരാണ് അവർ എന്ന് യേശു വീണ്ടും പറയുകയാണ്. മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല. നിങ്ങളാരും എന്നെപ്പറ്റി സാക്ഷ്യം പറയണ്ട, എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാനത് സ്വീകരിക്കുകയുമില്ല. അതിന് കാരണം എന്താണ്? എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. അതിന് കാരണമായിട്ട് യേശു എന്തെന്നാ പറയണേ? എനിക്ക് നിങ്ങളെ നല്ലോണം അറിയാം, കാരണം നിങ്ങളിൽ ദൈവസ്നേഹമില്ല. പുറമേ നിങ്ങൾ പരിശുദ്ധരാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ അകം പരിശോധിച്ചാൽ അവിടെ ദൈവവുമായിട്ടുള്ള യഥാർത്ഥ സ്നേഹം കാണാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങൾ പൊള്ളയായ മനുഷ്യരാണ്. പുറമേ വളരെ പരിശുദ്ധരായിട്ട് ജീവിക്കുകയും എന്നാൽ ഉള്ളിൽ എന്താണ്? ദൈവവുമായിട്ട്
ഒരു സ്നേഹബന്ധത്തിലല്ലാത്ത ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ടിട്ട് തന്നെ എന്താണ്, നിങ്ങളുടെ മഹത്വം ഞാൻ സ്വീകരിക്കുകയില്ല. ഇവിടെ യേശു എന്താ പറയുന്നത്? എനിക്ക് നിങ്ങളെ അറിയാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, എല്ലാം അറിയുന്ന, മനുഷ്യൻ്റെ ഉള്ളറിയുന്ന ആളാണ് ആര്? യേശു ക്രിസ്തു എന്നുള്ളത്. അപ്പോൾ 41 42 ഒന്നിച്ച് പഠിക്കുക. യേശു വീണ്ടും യഹൂദരോട് അവരുടെ ഹൃദയ കാഠിന്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നതാണ്. മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല, എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല. ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ മഹിമ കൊണ്ടോ എൻ്റെ മഹത്വം കൊണ്ടോ അങ്ങനെയൊന്നുമല്ല, എൻ്റെ പേര് എന്താ പറയുക പ്രകീർത്തിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിലാണ് വന്നിരിക്കുന്നത്. എന്നെ അയച്ചത് പിതാവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നെ നിങ്ങൾ സ്വീകരിക്കുന്നില്ല. പക്ഷേ വേറൊരാളിനി ഞാനാണ് മിശിഹ എന്ന് പറഞ്ഞു വന്നാൽ നിങ്ങൾ സ്വീകരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാജ മിശിഹാമാർ വന്നിട്ട് സ്വന്തം ക്രെഡിറ്റിൽ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ പുറകെ പോകും. നോക്കിയേ, യേശു ആ യഹൂദരുടെ മനസ്സ് പഠിച്ച് പറയുകയാണ്. യേശുവിനത് അറിയാം. യേശു അത് അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ അവരോട് പറയാണ്. എന്നാൽ മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കും. എന്ന് വെച്ചാൽ വ്യാജ പ്രവാചകന്മാർ വന്നാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ പുറകെ പോകും. ഞാൻ സത്യസന്ധമായിട്ട് നിൽക്കുന്നു, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല, സ്വീകരിക്കുന്നില്ല. വ്യാജ പ്രവാചകന്മാർ അവരുടെ ക്രെഡിറ്റിന് വേണ്ടിയിട്ട് വരും, അപ്പം നിങ്ങൾ അവരുടെ പുറകെ പോകും. യേശു അവരുടെ ഹൃദയ കാഠിന്യത്തെക്കുറിച്ച് എടുത്തു പറയാണ് 43 വാക്യത്തിൽ. ഇനി അവരുടെ യഹൂദന്മാരുടെ ഇടയിലുള്ള ഒരു നേച്ചർ എങ്ങനെയാണ്, അവരെന്താണ് പരസ്പരം ആഗ്രഹിക്കുന്നത്, ദൈവത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ സമൂഹത്തിലുള്ള നിലയ്ക്കും വിലയ്ക്കുമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് കാണിക്കുന്നതാണ് 44 വാക്യം. പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഞാനാണ് ദൈവപുത്രൻ എന്ന് നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? കാരണം നിങ്ങളിപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലല്ല, ദൈവം നൽകുന്ന ക്രെഡിറ്റിലല്ല, മറിച്ച് സമൂഹം നിങ്ങൾക്ക് നൽകുന്ന നിലയ്ക്കും വിലയിലുമാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതാ പറയുന്നത്, പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ ഏകദൈവത്തിൻ്റെ പുത്രനായ എന്നെ വിശ്വസിക്കാനായിട്ട് സാധിക്കും എന്ന് യേശു ചോദിക്കുകയാണ്. വീണ്ടും അവരുടെ ഹൃദയകാഠിന്യം 41 42 43 44 അവരുടെ ഉള്ളിലേക്ക് ചൂഴ്ന്നിറങ്ങുന്ന ചോദ്യങ്ങളാണ് യേശു ചോദിക്കുന്നതും പറയുന്നതും ഒക്കെ കേട്ടോ. 45 വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിതാവിൻ്റെ സന്നിധിയിൽ ഞാനായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അപ്പോൾ പിതാവിൻ്റെ ഏകജാതനായിട്ടുള്ള പുത്രനായ ഞാനാണ് ഇനി നിത്യജീവൻ്റെ ആ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ സമയത്ത്, അവസാന വിധിയുടെ സമയത്ത് പിതാവിൻ്റെ മുൻപിൽ വെച്ച് നിങ്ങളുടെ പാപങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് വിവരിച്ച് പറയുന്നതൊക്കെ ഞാനാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ വന്നിരിക്കുന്നത് പാപത്തിൽ വിധിക്കാനല്ല, നിങ്ങളെ രക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ പിതാവിൻ്റെ സന്നിധിയിൽ ഞാനായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, മറിച്ച് നിങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന മോശയായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുക. എന്താ പറയുന്നത്? നിങ്ങൾ പ്രത്യാശ അർപ്പിച്ച് നിങ്ങൾ എന്താ പറയുക പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ, നിയമങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചതാണ് അല്ലേ, തോറ ആദ്യത്തെ 5 പുസ്തകങ്ങൾ ബൈബിളിലെ, അതൊക്കെ നിങ്ങൾ കാണാപ്പാഠം പഠിച്ച് മനസ്സിലാക്കിയതാണ്. പക്ഷേ ആ മോശ ചൂണ്ടിക്കാണിക്കുന്നത് മിശിഹായിലേക്കാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ മിശിഹായിൽ വിശ്വസിക്കാത്ത ഒരാൾ ഒരിക്കലും മോശയുടെ നിയമങ്ങൾ അംഗീകരിക്കുന്നില്ല. അവൻ പഠിക്കുന്നുണ്ട് നിയമങ്ങൾ, പക്ഷെ ആ നിയമങ്ങൾ അംഗീകരിച്ചാൽ ഒരിക്കലും മിശിഹായെ തള്ളി പറയില്ല. നിങ്ങൾ മിശിഹായെ തള്ളി പറഞ്ഞാൽ അതിനർത്ഥം മോശയായിരിക്കും നിങ്ങൾക്കെതിരെ പിതാവിൻ്റെ മുന്നിൽ നിങ്ങളെപ്പറ്റി പറയാൻ പോകുന്നത്. മോശയുടെ നിയമങ്ങൾ നിങ്ങൾ അത്രയും നല്ലോണം പഠിച്ചതാ, പക്ഷെ അത് അംഗീകരിക്കുന്നില്ല. അത് ചൂണ്ടിക്കാണിക്കുന്നത് മിശിഹായിലേക്കാണെന്നും അത് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന യേശുക്രിസ്തുവായ ഞാനാണെന്നും നിങ്ങൾ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ നിങ്ങൾക്കെതിരെ കുറ്റം പറയുന്നത് ആരായിരിക്കും? മോശയായിരിക്കും. കാരണം അവൻ്റെ നിയമമാണ് നിങ്ങൾ തെറ്റായിട്ട് പഠിച്ചിരിക്കുന്നത്, അവൻ്റെ നിയമമാണ് നിങ്ങൾ മനസ്സിലാക്കാതെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. കണ്ടോ, നിങ്ങൾ മോശ എഴുതിയ നിയമങ്ങൾ വിശ്വസിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കും. അതിന് കാരണം എന്താണ്? കാരണം എന്നെക്കുറിച്ചാണ് അവൻ എഴുതിയിരിക്കുന്നത്. അവൻ ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്? മിശിഹായായ എന്നെ പോയിൻ്റ് ചെയ്താണ് മോശ എഴുതിയിരിക്കുന്നത്. അപ്പോൾ മോശയിൽ നിങ്ങൾ വിശ്വസിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്നെയും വിശ്വസിക്കും. അപ്പോൾ നിങ്ങൾ എന്നെ തള്ളി പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾക്കെതിരെ പിതാവിൻ്റെ മുന്നിൽ കുറ്റം പറയാൻ പോണത് ആരായിരിക്കും? മോശയായിരിക്കും. കാരണം മോശയുടെ നിയമമാണ് നിങ്ങൾ തെറ്റായിട്ട് പഠിക്കുന്നത്, തെറ്റായിട്ട് വാദിക്കുന്നത്, തെറ്റായിട്ട് അംഗീകരിക്കുന്നത്. എന്ന് വെച്ചാൽ മോശയുടെ നിയമം നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ശരിയായിട്ടുള്ള വിശ്വാസം ആ നിയമത്തിലില്ല, ശരിയായിട്ടുള്ള മനസ്സിലാക്കലില്ല അവിടെ. ഓക്കെ.
അപ്പോൾ 47-ാമത്തെ വാക്യത്തിൽ യേശു മോശനെയും ഒരു സാക്ഷിയായിട്ട് പറയാണ്. എന്താ പറയുന്നത്? അവൻ എഴുതിയവൻ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ, ദൈവം പറഞ്ഞു കൊടുത്ത് മോശ എഴുതിയ നിയമങ്ങൾ എന്നെക്കുറിച്ചിട്ടാണ്, അത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കും? അപ്പം നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് ദൃക്സാക്ഷികളോ നിങ്ങൾക്ക് എവിഡൻസുകളോ ഇല്ലാഞ്ഞിട്ടല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയം നിങ്ങൾ കഠിനമാക്കിയേക്കുക. അത് യഥാർത്ഥമായിട്ട് ആ നിയമങ്ങളും മോശയുടെ ആ പുസ്തകങ്ങളും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പാകത്തിന് നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കിയിട്ടില്ല. മിശിഹായെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കിയിട്ടില്ല. നിങ്ങളുടെ ഹൃദയങ്ങൾ ഇപ്പോഴും കഠിനമാണ്. അതുകൊണ്ടിട്ട് തന്നെ മോശ എഴുതിയവ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ വാക്കുകൾ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾക്കതെങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? കാരണം അവൻ ചൂണ്ടിക്കാണിച്ചവനാണ് ഞാൻ. അവനെ നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എൻ്റെ വാക്കുകൾ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കില്ല. അപ്പം 47-ാമത്തെ വാക്യത്തിൽ യേശു മോശനെയും തൻ്റെ ഒരു സാക്ഷിയായിട്ട് പറയുകയാണ്. അപ്പോൾ യേശു തൻ്റെ സാക്ഷികളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ആദ്യം അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ആരെയാണ്? സ്നാപക യോഹന്നാനെ, ജോൺ ദ ബാപ്റ്റിസ്റ്റിനെയാണ്. രണ്ടാമതായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ദൈവത്തിനെ തന്നെയാണ്. ദൈവത്തിൻ്റെ സ്വരം നിങ്ങൾ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല എന്ന് പറയില്ലേ, ദൈവത്തിനെ തന്നെയാണ്. രണ്ടാമതായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് തൻ്റെ തന്നെ അത്ഭുതങ്ങളെയാണ്, അല്ലെങ്കിൽ തൻ്റെ തന്നെ പ്രവൃത്തികളെയാണ്. മൂന്നാമതായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ദൈവത്തിനെ തന്നെയാണ്, ദൈവമായ പിതാവാണ് തന്നെ അയച്ചത് എന്നും അതുവഴി സാക്ഷ്യപ്പെടുത്തുകയാണ്. നാലാമതായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് പഴയ ലിഖിതങ്ങൾ, സ്ക്രിപ്ചേഴ്സ്, പഴയ ലിഖിതങ്ങൾ. അഞ്ചാമതായിട്ട് കാണിക്കുന്നത് മോശ. ഓക്കെ, ഈ 5 കാര്യങ്ങളാണ് യേശുവിനെ തന്നെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഒന്നുകൂടി പറയാം: സ്നാപക യോഹന്നാൻ, യേശുവിൻ്റെ തന്നെ പ്രവൃത്തികൾ, പിതാവായ ദൈവം, വിശുദ്ധ ലിഖിതങ്ങൾ, അഞ്ചാമത്തേത് മോശ. ഈ രീതിയിൽ പഠിച്ചാൽ കുറച്ചും കൂടി എഫിഷ്യൻ്റായിട്ട് നമുക്ക് പഠിക്കാനും ഓർമ്മയിലിരിക്കാനും ഒക്കെ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.